ഏകന്റെ ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏകന്റെ ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏകന്റെ ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏകന്റെ ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏകന്റെ ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏകന്റെ ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏകന്റെ ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏകന്റെ ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. അപ്പതാ നമ്മൾ എക്സാമിന് ഫുൾ സെറ്റ് ആയിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ വെരി ഗുഡ് ആൻഡ് വെരി 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 ഗുഡ് ഈവനിങ് വൺസ് അഗൈൻ.
അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കാര്യമായിട്ട് നമ്മുടെ ചാപ്റ്ററിന്റെ കുറച്ച് ഡിസ്കഷൻസ് ഉണ്ട്, നമ്മുടെ ഗ്രാമർ ഉണ്ട്, നമ്മുടെ ഡിസ്കോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഓരോ മൊമെന്റും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും കാര്യമായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ചിലപ്പോൾ മിസ് നിങ്ങളുടെ പേര് വിളിക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഇന്ന് നമ്മൾ മാരത്തോണിൽ കംപ്ലീറ്റ് ഫോക്കസ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും സെറ്റ് അല്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം, മാക്സിമം എല്ലാവരെയും കൂട്ടിയിട്ട് വരാം. യെസ്, നമ്മുടെ SSLCയുടെ കെമിസ്ട്രി നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ്. കെമിസ്ട്രി എന്നൊക്കെ പറയണം മിസ്. ഓക്കെ, അപ്പൊ ക്രിസ്മസ് എക്സാം ആണ്. എല്ലാവരും ഫുൾ സ്ട്രെങ്ത്തിൽ, എപ്പോഴും പറയുന്നതാണ് ഫുൾ സ്ട്രെങ്ത്തിൽ വരാം അല്ലേ? നമ്മുടെ ഫുൾ എക്സ്പെക്ടേഷൻസ് ഉള്ള ഒരു ക്ലാസ് ആണ് നിങ്ങളുടേത്. അപ്പോൾ ഞങ്ങൾ ഡിസപ്പോയിന്റ് ചെയ്യാണ്ടിരിക്കുക, നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവാതിരിക്കുക. അപ്പൊ എന്ത് ചെയ്യാം, യുനോ. അപ്പോൾ റെഡിയാണ് മിസ്? ഇതാ നമ്മൾ തുടങ്ങാൻ പോവാണ്. നമ്മൾ മാരത്തോൺ ഫുൾ പവറിൽ തുടങ്ങാൻ പോവാണ് എന്നുള്ളവരെല്ലാവരും ഓരോ യെല്ലോ ഹാർട്ട് ഇമോജി ഇട്ടെ. പെട്ടെന്ന് 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 വരട്ടെ. ഇത് ഇങ്ങനെ ഒന്നും പോരാട്ടോ. നിങ്ങളുടെ ലൈവ് ചാറ്റ് നമ്മൾ എപ്പോഴും നിങ്ങൾ കത്തി ഇങ്ങനെ നിൽക്കണം എപ്പോഴും. യെസ്, ആൻഡ് ഫെമിൻ എത്തിയോ? കുറെ ആയല്ലോ ഫെമിനെ കണ്ടിട്ട്. ഫെമിൻ ലാസ്റ്റ് ക്ലാസ്സിലും വന്നില്ലല്ലോ. ഫെമിൻ എവിടെ? ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ നമുക്ക് ചാപ്റ്റർ, ഗ്രാമർ, ഡിസ്കോസ് അങ്ങനെ 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 പോവാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് അല്ലേ? യെസ്, ഏതാണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്? അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഇതിനു മുൻപും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ? ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഇദ്ദേഹം ഇതിനെ വിളിക്കാൻ പോകുന്നത്. അതിന്റെ മുൻപ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഏഗൺ നിങ്ങൾക്കായിട്ട് ഒരു ക്രിസ്മസ് ഒരു വൺ ഗിഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് നിങ്ങൾക്ക് iPhone 14 സ്വന്തമാക്കാം. എങ്ങനെ? ജസ്റ്റ് മാരത്തോൺ ലൈവ് കണ്ടാൽ മതി. അത് മാക്സിമം ഷെയർ ചെയ്യുക. ഒരു 10 ഫ്രണ്ട്സിനും 3 ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് iPhone 14 സ്വന്തമാക്കാം. അപ്പോൾ മക്കളെ, നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങൾ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് താഴെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഫോമിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മിസ് പറഞ്ഞു മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അത്രയും നിങ്ങളിത് ചെയ്യിക്കാനുള്ള ചാൻസസ് അത്രയും ഹൈ ആണ്. ഓക്കെ, അപ്പോൾ മൂവിങ് ഓൺ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്നതിൽ നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സിനെ നോക്കാനുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ക്യാരക്ടർ സ്കെച്ചിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ മിസ്റ്റർ ജോൺ എസിന്റെ ക്യാരക്ടർ പറയാൻ പോകുന്നുണ്ട്, ഡോക്ടറിന്റെ ക്യാരക്ടർ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ മിസ്റ്റർ ജോൺ എസ് എങ്ങനത്തെ ആളാണ്? യെസ്, ഹി വാസ് ഇൻ ഹിസ് ഏർലി 40s. അദ്ദേഹത്തിന്റെ ഏർലി 40s ആളായിരുന്നു. നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതാണ്. സോ യു നോ, ഏർലി 40s. ഹി വാസ് ഷോർട്ട് ബിൽഡ് വിത്ത് എ ഫെയർ കോംപ്ലക്ഷൻ ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ്. യെസ്, അപ്പോൾ അതെ, നിങ്ങൾ അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം ക്യാരക്ടർ സ്കെച്ച്? യെസ്, നിങ്ങൾ എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സും ഫിസിക്കൽ ഫീച്ചേഴ്സ് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എപ്പോൾ കോട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾ കോട്ട് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ചാറ്റ് കാണാഞ്ഞിട്ടല്ല, നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതുക. യെസ്, വെരി ഗുഡ്. ഹിസ് തിൻ ഹെയർ ബിഗിൻ ടു റിസീഡ് ഫ്രം ഹിസ് ഫോർഹെഡ്. അപ്പോൾ ചെറുതായിട്ട് കഷണ്ടി ആയി തുടങ്ങി എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? Yes, clear ആണ്. He wore dark suit, sober tie and rimless spectacles that gave him a serious disposition. ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റിയാൽ അത്ര തന്നെ നല്ലതാണ്. He seemed to be affected by a touching diffidence. അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് ഒരു മൊത്തത്തിൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ ഒരു ടച്ചിങ് ഡിഫിഡൻസ് ഉണ്ട്. പിന്നെയുണ്ട് his personality is disarming. അദ്ദേഹം എന്താണ് ചെയ്യുന്നത് മക്കളെ? അദ്ദേഹത്തിന്റെ ജോബ് എന്താണ്? വരട്ടെ, നിങ്ങൾ പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. എന്താണ് അദ്ദേഹത്തിന്റെ ജോബ്? യെസ്, ലോയർ ആയിരുന്നു, സോളിസിറ്റർ ആയിരുന്നു. കുറെ ആൾക്കാർ പറയുന്നുണ്ട് അല്ലേ? ലോയേഴ്സ് പറയുന്നുണ്ട്, സോളിസിറ്റർ പറയുന്നുണ്ട്. പിന്നെ ഒരു മെയിൻ ജോബ് ഉണ്ട്. എവിടെ? നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ലൈവ് ചാറ്റ് നിങ്ങളൊന്ന് കത്തിക്കേ. എന്താണ്? യെസ്, ഹി വാസ് ദ ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ലേ? ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഡയറക്ടർ കൂടിയായിരുന്നു. He along with his wife helped derelict children to heal mentally as well as physically. അപ്പോൾ എന്താ ചെയ്തിരുന്നത്? ഇങ്ങനെ വഴി തെറ്റിപ്പോയി എന്ന് വിചാരിക്കുന്ന കുട്ടികളെ എന്ത് ചെയ്യുമായിരുന്നു? നല്ല പാതയിലേക്ക് നടത്തുമായിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് എഴുതും? നമ്മൾ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എഴുതും അല്ലേ? പിന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ ഇമോഷണൽ ക്യാരക്ടേഴ്സ് എഴുതും. പിന്നെയോ അദ്ദേഹത്തിന് എന്തെങ്കിലും
ട്രാൻസിഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും എഴുതണം. അപ്പൊ എന്താണ് മക്കളെ ട്രാൻസിഷൻ? എന്ത് ട്രാൻസിഷൻ ആണ് മിസ്റ്റർ ജോൺ എസിന് സംഭവിച്ചിട്ടുള്ളത്? എന്താണ് ആ ട്രാൻസിഷൻ? യെസ്, എന്ത് ട്രാൻസിഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത്? he once tried committing suicide അല്ലെ? അദ്ദേഹം ആദ്യം സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യണം, ആ ഒരു അവസ്ഥയിൽ കമ്മിറ്റ് ചെയ്തിരുന്നു. ആക്ച്വലി he didn't die basically. അപ്പൊ എന്തായി? അതിനുശേഷം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള ലൈഫിനോടുള്ള ഔട്ട്ലുക്ക് മാറിയില്ലേ? അതൊരു ട്രാൻസിഷൻ അല്ലേ? ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കുറെ നേരമായല്ലോ മിസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസിഷൻ? യെസ്, ചേഞ്ച് ആണ്. വെരി വെരി ഗുഡ്. എന്താണ്? ചേഞ്ച് ആണ് ട്രാൻസിഷൻ. ഓക്കെ, അപ്പൊ മിസ്റ്റർ ജോൺ എസ് ചോദിച്ചാൽ നിങ്ങൾ എഴുതില്ലേ? എഴുതും. അപ്പൊ ഡോക്ടറിനെ പറ്റി ചോദിച്ചാലോ? നിങ്ങൾക്ക് ഡോക്ടറിനെ പറ്റി എന്തൊക്കെ അറിയാം? അപ്പൊ മിസ്സിന്റെ പേര് എന്താന്ന് ഡൗട്ട് ഉള്ള ആൾക്കാരുണ്ടാവും. മിസ്സിന്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ് കേട്ടോ, ശ്രീലക്ഷ്മി എന്നാണ്. അപ്പൊ ഷോർട്ട് ആയിട്ട് SR എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഡോക്ടറിന് നമ്മൾ എന്തൊക്കെ പറയും? എന്താണ് ഡോക്ടറിന്റെ ക്യാരക്ടർ നമ്മൾ പറയാം? ഭയങ്കര പോസിറ്റീവ് ആണ്, ഒരു പോസിറ്റീവ് വൈബിൾ ആളാണ്. കുറച്ച് ക്യൂരിയസ് ആണല്ലേ, കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലാണ്. പിന്നെ യെസ്, ജെന്റിൽ ആണ്, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട്. യെസ്, എന്തുണ്ട്? ജെന്റിൽ ആണ്, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട്. യെസ്, അപ്പൊ അതൊക്കെ നമ്മുടെ ഡോക്ടറിന്റെ ക്യാരക്ടറിൽ വരും. ഈസ് നോട്ട് ഫോണ്ട് ഓഫ് ടീഡിയസ് ഇമ്പോർച്ചുനേറ്റ് കോൺടാക്ട്സ്. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലേ, നമ്മൾ ആ ഒരു ടീഡിയസ് ഇമ്പോർച്ചുനേറ്റ് കോൺടാക്ട്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹി ഈസ് ക്യൂരിയസ് അബൌട്ട് ദ സ്ട്രേഞ്ചർ, വാസ് കൈൻഡ് ഹാർട്ടഡ്. യെസ്, അത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് അന്ന് ഷിപ്പിൽ സംഭവിച്ചത്. എത്രാമത്തെ ദിവസത്തെ സ്റ്റോറിയാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ പഠിക്കുന്നത്? അദ്ദേഹം, നമ്മുടെ ഡോക്ടർ ഒരു ഷിപ്പ് കയറുന്നുണ്ട് അല്ലെ? എത്രാമത്തെ ദിവസത്തെ ജേർണിയാണ്? യെസ്, സെക്കൻഡ് ഡേ ആണല്ലേ? അദ്ദേഹത്തിന്റെ ജേർണിയുടെ സെക്കൻഡ് ഡേയിലാണ് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വേറെ വർത്താനം പറച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിൽ മിസ് പറയാണ്, നിങ്ങൾ കുറച്ചുകൂടെ എവിടെ ഫോക്കസ് ചെയ്യണം? നമ്മുടെ എക്സാമിൽ ഫോക്കസ് ചെയ്യണം അല്ലേ? വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ he stays away to avoid tedious importunate contacts. The stranger is a short-built, blue-eyed guy. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ട്രേഞ്ചർ എങ്ങനത്തെ ആളാണ്. ആൻഡ് നമ്മുടെ ഡോക്ടറിന് ഇത്തരം കോണ്ടാക്ട്സിനോട് താല്പര്യമില്ല. സോ അദ്ദേഹം ദൂരെയായിരുന്നു നിൽക്കുന്നത്. പക്ഷെ ഈ സ്ട്രേഞ്ചർ അദ്ദേഹത്തിന് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സ്റ്റുവർഡിൽ നിന്ന് അന്വേഷിച്ചു ആരാണ് ഈ സ്ട്രേഞ്ചർ എന്ന്. അപ്പൊ മക്കളെ, ആരാണ് സ്ട്രേഞ്ചർ? ഹൂ ഇസ് ദ സ്ട്രേഞ്ചർ? സ്ട്രേഞ്ചറിന്റെ പേരെന്താ? അതാ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എന്താണ് സ്ട്രേഞ്ചറിന്റെ പേര്? ഹൂ ഇസ് ദ സ്ട്രേഞ്ചർ? ആരാണ്? യെസ്, മിസ്റ്റർ ജോൺ എസ് ആണ്. ജോൺ എസിന്റെ കൂടെ വേറൊരാളൂടെ ഉണ്ടല്ലോ. ആരാണ് ജോൺ എസിന്റെ കൂടെ ഉള്ളത്? യെസ്, ജോൺ എസിന്റെ ആരാണ്? വൈഫാണ്. യെസ്, വെരി ഗുഡ്. അപ്പൊ കുറെ ആൾക്കാർ നല്ല സെറ്റായിട്ട് പഠിച്ചിട്ട് വന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എനർജി എവിടെ ഫോക്കസ് ചെയ്യുക? ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, the couple tells him that it was their first trip to America. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ട്രിപ്പ് ആണ് അമേരിക്കയിലേക്കുള്ള. And they were visiting recreational homes in there and also plans to visit settlement homes in New York and other cities. New York and other cities settlement homes visit ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്ന മനുഷ്യനാണ്. On further questioning, the speaker learns that Mr. S is a solicitor. നമ്മൾ പറഞ്ഞു solicitor ആണ്. പിന്നെന്താണ്? Director of charitable organization. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഡിസ്കോഴ്സിൽ ഇത് മാക്സിമം കോട്ട് ചെയ്യാൻ ശ്രമിക്കുക. They took derelict adolescents from juvenile courts, helped them rehabilitate once they are mentally and physically healed. അപ്പോൾ അവർ മെന്റലിയും ഫിസിക്കലി ഒക്കെ ഹീൽ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? They were given training in useful handicrafts to make them fit for society. അല്ലേ? അപ്പോൾ അവർ സമൂഹത്തിനെ ആക്സെപ്റ്റ് ചെയ്യാൻ രീതിയിലായി കഴിഞ്ഞാൽ അവരെ സമൂഹത്തിലേക്ക് വിടും. അപ്പോൾ അവർക്ക് ഹാൻഡിക്രാഫ്റ്റ്സ് ട്രെയിനിങ് ഒക്കെ കൊടുക്കും. എന്തിനായിരിക്കും ഹാൻഡിക്രാഫ്റ്റ്സ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്? യെസ്, എന്തിനായിരിക്കും? എവിടെ ആരോട് ചോദിക്കാൻ അല്ലേ? എന്തിനായിരിക്കും ഹാൻഡിക്രാഫ്റ്റ്സ് ട്രെയിനിങ് കൊടുക്കുന്നത്? ടു ബി ആക്സെപ്റ്റഡ് ഇൻ ദ സൊസൈറ്റി. യെസ്, സൊസൈറ്റിയിൽ ആക്സെപ്റ്റഡ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ സ്ട്രേഞ്ചർ ഇത്രയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഡോക്ടർ ചോദിക്കും,
ഇങ്ങനെ ഒരു ടാസ്കിലേക്ക് വരാനുള്ള റീസൺ എന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ സ്ട്രേഞ്ചർ ഡോക്ടറിനെ ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കും അല്ലേ. അപ്പൊ ഡോക്ടർക്ക് മനസ്സിലായോ ഡോക്ടർക്ക്? ഇല്ല. അപ്പൊ ഡോക്ടർ എന്ത് പറയും? ഇല്ല, മനസ്സിലായില്ല. അപ്പൊ നമ്മുടെ ജോണസ് പണ്ടത്തെ കാര്യം പറയും. എത്ര വർഷം മുന്നത്തെ കാര്യമാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര വർഷം? ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എത്ര വർഷം മുന്നത്തെയാണ്? 25 years മുന്നേ എന്താണ് സംഭവിച്ചത്? യെസ്, നമ്മുടെ ഡോക്ടർ അപ്പോൾ ഒരു ചെറിയ ഡോക്ടറാണ്. അപ്പൊ അദ്ദേഹം എവിടെയാ ജീവിച്ചിരുന്നത്? നിങ്ങള് പറഞ്ഞു, നിങ്ങളുടെ ആൻസേഴ്സ് വരണം. അദ്ദേഹം എവിടെയാ ജീവിച്ചിരുന്നത്? ലണ്ടനിലാണ്. ഓക്കെ, ലണ്ടനിൽ അദ്ദേഹം ഒരു സാധാരണ ഡോക്ടറായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കെ എന്ത് സംഭവിക്കുകയാണ്? ആരോ വന്ന് നോക്ക് ചെയ്തു അല്ലേ. കഥക് നോക്ക് ചെയ്തിട്ടോ. ആരായിരുന്നു വന്നത്? ആരാണ് ആ വാതിൽ വന്ന് തട്ടിയത്? യെസ്, സർജന്റ് ആണല്ലേ. പോലീസാണ് വന്ന് തട്ടിയത്. അപ്പൊ എന്തിനാണ് തട്ടിയത്? ആരോ ഒരാൾ എന്തോ ചെയ്തു. എന്തായിരുന്നു? യെസ്, സൂയിസൈഡ് ചെയ്തു. അപ്പൊ അതാ നിങ്ങൾ കുറച്ച് സ്ലോ ആവുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ചാറ്റ്സ് ഇങ്ങനെ കീപ്പപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ എന്തായി? ഒരാൾ സൂയിസൈഡ് ചെയ്ത കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇവർ പോയി. അപ്പൊ മക്കളെ, നിങ്ങൾ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തു പോവാട്ടോ ക്വസ്റ്റ്യൻസിന്. While the speaker was a young doctor in a working class village in London, a surgeon comes to his house and takes him to a lodging and informs him about the suicidal case. ആ suicidal കേസിന് അവരവിടെ പോകുമ്പോൾ ഇതൊരു അധികം പ്രായമൊന്നും ഇല്ലാത്തൊരു കുട്ടി ചെയ്യുന്ന സൂയിസൈഡാണ്. എന്തുകൊണ്ടാണ് ആ കുട്ടി സൂയിസൈഡ് ചെയ്യുന്നത്? എഗെയിൻ ഇത് എന്തിൽ വരാം? ഡയറിയിൽ വരാം. എന്തുകൊണ്ടാണ് ആ കുട്ടി സൂയിസൈഡ് ചെയ്തത്? ശരി, എൻ്റെ നാക്ക് ഇങ്ങനെ വഴുതി പോകുന്നു. എന്തുകൊണ്ടാണ്? യെസ്, കാരണം കുട്ടി ഓർഫൻഡ് ആണ് അല്ലേ. കുട്ടി എന്താണ്? ഓർഫൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഓർഫൻഡ് ആണ്. കാരണം എന്താ? അച്ഛനും അമ്മയും മരിച്ചു, റീസെന്റ് ആയിട്ടാണ് മരിച്ചത്. ആരാണ് ക്ലർക്കിന്റെ ജോബ് വാങ്ങിക്കൊടുത്തത്? ആരാ ആൻസർ പറയാ? പെട്ടെന്ന് ആൻസർ വരട്ടെ. ആരാണ് ആ ജോബ് വാങ്ങിക്കൊടുത്തത്? യെസ്, നമ്മുടെ അങ്കിളാണ്. നമ്മുടെ അങ്കിൾ അല്ല, കുട്ടിയുടെ അങ്കിളാണ് അല്ലേ. അപ്പോൾ മിസ്റ്റർ ജോൺ എസിന്റെ അങ്കിളാണ് അദ്ദേഹത്തിന് ആ ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ ജോബ് വാങ്ങിക്കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? എന്നിട്ടോ ഈ ഒറ്റപ്പെടൽ കാരണം എന്ത് സംഭവിക്കുകയാണ്? ഹി ഗെറ്റ്സ് ഇൻ ടു ദ ലൂസ് ഓഫ് ദ സൊസൈറ്റി അല്ലെ. സൊസൈറ്റിയിലെ ലൂസ് ആയിട്ടുള്ള ആൾക്കാർ, ലൂസ് എന്ന് പറഞ്ഞാൽ ആ ലൂസ് അല്ല. എന്ത് ലൂസാണ്? ഈ സൊസൈറ്റിയിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് സോഷ്യൽ വാല്യൂസ് ഫോളോ ചെയ്യാത്ത ആൾക്കാരുടെ കമ്പനി കൂടി പോയിട്ട് എന്താ ചെയ്തത്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. എന്താണ് ആ വേർഡ്? എന്താ ചെയ്യാൻ പഠിച്ചത്? ഹോഴ്സ് റേസിൽ ബെറ്റ് വെക്കോ. അതിനെന്താ നമ്മൾ ഒരു വേർഡ് നമ്മൾ പഠിച്ചല്ലോ. എന്താണത്? ഗാംബ്ലിംഗ്. യെസ്, ഗാംബ്ലിംഗ് ആണ്. After redoubled efforts, they regained the patient. He woke up. അപ്പോൾ പതിയെ അദ്ദേഹത്തിന് മനസ്സിലാവണം എന്താണ് സംഭവിച്ചതെന്നുള്ള മനസ്സിലാവുമ്പോഴാണല്ലോ അദ്ദേഹം ഈ സ്റ്റോറി പറയുന്നത്. അങ്ങനെ അദ്ദേഹം കോൺഷ്യസ്നെസ് ഒക്കെ വന്ന് ഈ സ്റ്റോറി ഒക്കെ പറഞ്ഞ് അപ്പം അദ്ദേഹം പറയുകയാണ് ആക്ച്വലി ഇദ്ദേഹം സൂയിസൈഡ് ചെയ്യാനുള്ള റീസൺ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് പൈസ മോഷ്ടിച്ച് അതും ഗാംബിൾ ചെയ്ത് പോയി അല്ലേ. അപ്പം എന്തുകൊണ്ടായിരിക്കും ആ പൈസയും കൂടെ ഗാംബിൾ ചെയ്ത് പോയത്? എന്തുകൊണ്ടായിരിക്കും ആ പൈസ ഗാംബിൾ ചെയ്ത് പോയത്? നിങ്ങൾ ലാഗ് ആണ് കേട്ടോ. നിങ്ങൾ യു ഹാവ് ടു കീപ്പ് അപ്പ്. ഇങ്ങനെ ആൻസേഴ്സ് വരണം. എന്തുകൊണ്ടാണ്? കാരണം പൈസ തിരിച്ചു കൊടുക്കണ്ടേ? ആർക്ക്? ബുക്ക് മേക്കറിന് പൈസ തിരിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ഇതെല്ലാം മോഷ്ടിക്കേണ്ടി വന്നതും അത് പിന്നെയും ഗാംബിൾ ചെയ്തതും. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ജീവൻ ആര് രക്ഷിക്കാണ്? നമ്മുടെ ആരൊക്കെയാണ്? 3 പേരുണ്ട്. ആരൊക്കെയാണത്? ഈ 3 പേര് ആരൊക്കെയാണ്? നമ്മുടെ ഡോക്ടർ ഉണ്ട്, നമ്മുടെ സർജൻ ഉണ്ട്, നമ്മുടെ ലാൻഡ് ലേഡി ഉണ്ട്. ഇവരെങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നത്? ജീവിതം രക്ഷിക്കുന്നത് എങ്ങനെയാണ് രക്ഷിക്കുന്നത് മക്കളെ? എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം രക്ഷിക്കുന്നത്? യെസ്, ഇദ്ദേഹത്തിന് ലാൻഡ് ലേഡി ഒരു ഓഫർ ചെയ്യാണ്. എന്താണ് ആ ലാൻഡ് ലേഡി ചെയ്യുന്ന ഓഫർ? ലാൻഡ് ലേഡി പറയാണ്, നീ എന്ത് ചെയ്യ്, നീ സൗകര്യം പോലെ നീ സ്വന്തം കാലിൽ എത്തിയതിന് ശേഷം ഒരു മന്തിലേക്കുള്ള ഒരു ഫ്രീ ലോഡ്ജിങ് കൊടുക്കണം അല്ലെ. ആ ഒരു മന്ത് അവിടെ പൈസ തരാതെ ജീവിച്ചു എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ പോലീസ് എന്താ ചെയ്യുന്നത്? പോലീസാണ് ഏറ്റവും വലിയ റിസ്ക് എടുക്കുന്നത്. എന്താണ് ആ റിസ്ക്? വാട്ട് ഡസ് ഹി റിസ്ക്? എന്താണ് അദ്ദേഹം റിസ്ക് ചെയ്യുന്നത്? എവിടെ എന്താണ് അദ്ദേഹം റിസ്ക് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ജോബാണ്. ഹി റിസ്ക്സ് ഹിസ് ജോബ് അല്ലെ. അദ്ദേഹത്തിന്റെ ജോബാണ് അദ്ദേഹം റിസ്ക് ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഇത് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല? യെസ്. പിന്നെയോ
പിന്നെ ആരാ ഉള്ളത്? ഡോക്ടർ ഉണ്ട്. ഡോക്ടർ എന്താ ചെയ്യുന്നത്? paid him 7 pounds and 10 shilling to put it back in his office. അപ്പൊ 7 പൗണ്ടും 10 ഷില്ലിങ്സും കൊടുക്കാണ് ഓഫീസിൽ തിരിച്ചെത്തിക്കാൻ. അപ്പൊ ലീസ്റ്റ് കോൺട്രിബ്യൂട്ടർ ആരാണ് ലീസ്റ്റ് കോൺട്രിബ്യൂട്ടർ? ഇതിന്റെ ഇടയ്ക്ക് യെസ് ആരാണ്? നമ്മുടെ ഡോക്ടറാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്. അതിനുശേഷം ഈ സ്റ്റോറി കേട്ടതിന് ശേഷം, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, ഈ സ്റ്റോറി കേട്ടതിന് ശേഷം നമ്മുടെ ഓത്തർ റിയലൈസ് ചെയ്യാണ് that it was the best investment he has ever made, as it was the only one that paid him no dividends in worldly pleasure but turned out to be immensely profitable. അപ്പോൾ ഇതുവരെ അദ്ദേഹത്തിന് worldly pleasureൽ ഒക്കെ വേണ്ടി അദ്ദേഹം ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയിട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ മനസ്സിനെ തൊട്ടുകൊണ്ട് തിരിച്ചു കിട്ടിയത് എന്താണ്? യെസ്, ഈ കൊടുത്ത 7 പൗണ്ട്സും 10 ഷില്ലിങ്ങും ആണ്. 7 pounds and 10 shilling മറക്കരുത്. ഓക്കെ, ഈ ലൈനും മറക്കരുത്. ഇറ്റ് ഗേവ് ഹിം നോ ഡിസപ്പോയിൻമെന്റ്, ആൻസൈറ്റി ആൻഡ് ഫ്രസ്ട്രേഷൻ. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ നല്ല സെറ്റ് അല്ലേ? ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി? മീൻസ് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഓക്കെ ആണ്. ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്ന് പറയുന്നവരൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഏത് ഇമോജി ഇടണം? നിങ്ങൾക്ക് ഫയർ ഇട്ടാലോ? എല്ലാവരും ഒരു ഫയർ ഇട്ടേ. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ആണ്. അപ്പൊ സെറ്റായി. ഓക്കെ, ഇത്രയും എനിക്ക് സെറ്റായി എങ്കിൽ എല്ലാവരും, ഇതുവരെ ലൈക്ക് ചെയ്യാത്ത എല്ലാവരും പോയിട്ട് നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേ. ലൈവ് ലൈക്ക് ചെയ്യുക എല്ലാവരും. എനിക്കിവിടെ കാണണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യണം. അപ്പൊ നിങ്ങൾ എത്ര ആൾക്കാരുണ്ടോ അത്ര ലൈക്കെങ്കിലും ഐ എക്സ്പെക്ട് ദാറ്റ് അല്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ യെസ്. പിന്നെ നമ്മുടെ ബാക്കി പരിപാടികൾ, നമ്മൾ പാട്ട് പാടലൊക്കെ നമുക്ക് പ്രജിത് മാഷ് കൊണ്ട് പാട്ട് പാടിപ്പിക്കാം. ഓക്കെ ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ ചുമ്മാ ചാപ്റ്ററിനായിട്ട് വെയിറ്റ് ചെയ്യണോ? ഇല്ല അല്ലേ, നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ നെക്സ്റ്റ് എന്താണ്? യെസ്, റൈറ്റപ്പ് ചെയ്താലോ? എങ്ങനെയാണ് റൈറ്റപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര മാർക്കിനാണ് വരുന്നത്? റൈറ്റപ്പ് 7 മാർക്കിനാണ്. റൈറ്റപ്പും നറേറ്റവും 7 മാർക്കിനാണ്. എന്തായാലും നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ കഴിഞ്ഞാൽ ഒന്നുകിൽ റൈറ്റപ്പോ നറേറ്റവോ അല്ലെങ്കിൽ രണ്ടും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്. അപ്പൊ റൈറ്റപ്പും നറേറ്റവും ഒക്കെ വരാനുണ്ട്. റൈറ്റപ്പും നറേറ്റവും എത്ര മാർക്കിനാണ്? 7 മാർക്കിനാണ്. 7 മാർക്കിനാണ്, ഞാൻ പറഞ്ഞല്ലോ അല്ലേ? എത്ര മാർക്കിനാണ്? 7 മാർക്കിനാണ്. അപ്പൊ 7 മാർക്കുള്ള റൈറ്റപ്പ് ഞാൻ എങ്ങനെ പഠിക്കും? നിങ്ങൾ റൈറ്റപ്പും നറേറ്റവും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. റൈറ്റപ്പിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം വളരെ ക്ലിയർ ആയിട്ട് പറയാം അല്ലേ? റൈറ്റപ്പിൽ നമുക്ക് പറയാം, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ല, ഇത് ശരിയല്ല, അത് ശരിയാണ് എന്നൊക്കെ നമുക്ക് പറയാം. നറേറ്റീവിൽ നമുക്കത് പറയാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ? പറ്റും എന്നുള്ളവരൊക്കെ റെഡ് ഹാർട്ട് ഇടാം, പറ്റില്ല എന്നുള്ളവരൊക്കെ നോന്ന് എഴുതിയാൽ മതി. എവിടെ 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 റെഡ് ഹാർട്ട്സ് എവിടെ, അല്ലെങ്കിൽ നോ എവിടെ? നറേറ്റീവില് റെഡ് ഹാർട്ട് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വിചാരിക്കും അതാണ് കറക്റ്റ് എന്നല്ലേ. നറേറ്റീവില് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒപ്പീനിയൻ പറയാൻ പറ്റില്ല. നറേറ്റീവ് ഒരു സ്റ്റോറിയെ നമ്മൾ അതേപോലെ പറയണം, അപ്പം അതേ ഓർഡറിലാണ് അത് പോകേണ്ടത്. പക്ഷെ റൈറ്റപ്പിൽ നമുക്ക് ഒപ്പീനിയൻ പറയാം. ഓക്കെ, അടുത്തത് റൈറ്റപ്പ് ആയിക്കോട്ടെ നറേറ്റീവ് ആയിക്കോട്ടെ, യു ഹാവ് ടു കോട്ട് ഫ്രോം ദ ടെക്സ്റ്റ്. ടെക്സ്റ്റ് ഒന്ന് കോട്ട് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. നിങ്ങൾ പൊളിയാണ്, നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ 1-2 ലൈൻസ് ഒക്കെ കണ്ട് പഠിച്ചു വെക്കുക, എന്നിട്ട് അത് പോയിട്ട് കോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കോട്ട് ചെയ്യുക? എല്ലാവരും അറിയുന്നവരെല്ലാവരും ഒന്ന് കോട്ട് ചെയ്ത് കാണിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം കോട്ട് ചെയ്യുക. അപ്പോൾ ഈ ABC നമ്മൾ എങ്ങനെ കോട്ട് ചെയ്യും? എവിടെ? ആ കോട്ടല്ല, ഏത് കോട്ടാണ്? ഈ കോട്ടാണ്. ഓക്കെ, കോട്ടല്ല, കോട്ട്. ഓക്കെ, ഇനി റൈറ്റപ്പ് ആകുമ്പോൾ യു ഹാവ് ടു ഗിവ് ആൻ അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഡിസംബർ 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അതിൻ്റെ ആൻസർ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? കൈൻഡ്നെസ് ബ്രിങ്സ് സൺഷൈൻ ഇൻ ദ ലൈഫ് ഓഫ് അതേഴ്സ് എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു റൈറ്റപ്പ് പ്രിപ്പയർ ചെയ്യണം. എന്ത് ബേസ് ചെയ്തിട്ട്? ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇതാ ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു ടൈറ്റിൽ കൊടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? Being kind takes up a lot of efforts, but in most cases it becomes the best investment one could ever make എന്ന് പറഞ്ഞ് ഇത് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തു ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ബിഗിനിങ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ഞാനല്ല എഴുതിയത്. ഫ്രം ദ വെൽ നോൺ anecdote of
AJ ക്രോണിന്റെ അറിയപ്പെടുന്ന ഒരു അനക്ഡോട്ടിൽ നിന്നാണ് ഇത് എടുക്കപ്പെട്ടത് അല്ലേ. അപ്പൊ എന്നിട്ട് പിന്നെ നമ്മൾ എന്തൊക്കെ പറയാ, ഞാൻ ഇതിൽ 2 പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, റൈറ്റപ്പില് ഞാൻ എൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാരഗ്രാഫില് എന്താ പറയാൻ പോകുന്നത്, 2 പോയിന്റ്സ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുന്നത്, ഇത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് എന്ത് പറ്റുള്ളൂ, അടുത്ത നമ്മുടെ എഡിറ്റിംഗിന് നിങ്ങളുടെ ആൻസേഴ്സ് ഞാൻ ശ്രദ്ധിക്കുള്ളൂ. ഓക്കെ, അതേപോലെ ഞാൻ പറഞ്ഞു ഫസ്റ്റ്ലി കൈൻഡ്നെസ് ഇസ് കണ്ടേജിയസ് അല്ലേ. അപ്പൊ നമ്മുടെ ഡോക്ടർ ആദ്യം ഈ ഒരു വാക്ക് പഠിച്ചു വെച്ചോ, കൈൻഡ്നെസ് ഇസ് കണ്ടേജിയസ്. ഇനി ക്വസ്റ്റ്യൻ വന്നാലും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമല്ലോ. അപ്പോൾ നമ്മുടെ ഡോക്ടർ ആദ്യം കൈൻഡ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, അത് കഴിഞ്ഞിട്ട് ആരാ കൈൻഡ് ആയത്, ആ ഡോക്ടറിന്റെ കൈൻഡ്നെസ് കാരണം നമ്മുടെ മിസ്റ്റർ ജോൺ കൈൻഡ് ആയില്ലേ. മക്കളെ എവിടെ നിങ്ങൾ കുറച്ചുകൂടെ ഒരു ആരവം വരട്ടെ. ഇതാ SSLCയുടെ ക്ലാസ് ആണ്. ഓക്കെ, മിസ് ഇങ്ങനെ ബാക്കോട്ട് പോയി ഇങ്ങനെ വീണേനെ ഇപ്പൊ. അപ്പൊ SSLCയുടെ ക്ലാസ് ആണ്, ഇത്ര ഒന്നും പോരാ പവർ, നിങ്ങൾക്ക് ഫുൾ പവറിൽ വരാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ കൈൻഡ്നെസ് കണ്ടേജിയസ് ആണ്, അപ്പൊ ഇതിങ്ങനെ എല്ലാവർക്കും പരന്ന് കിട്ടി എന്ന് നമുക്ക് പറയാം. പിന്നെ നമുക്ക് എന്ത് പറയാം, മോർ ഓവർ കൈൻഡ്നെസ് ഫിൽസ് വൺസ് ഓൺ ഹാർട്ട് അല്ലെ. ഒരാളുടെ ഹൃദയത്തെ നിറയ്ക്കാൻ എന്തിനു കഴിയും, കൈൻഡ്നെസ്സിന് കഴിയും. അപ്പോൾ അത് നമ്മൾ എവിടെയാ കണ്ടത്, ലാസ്റ്റില് ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞ ആ ഒരു സ്ലൈഡിൽ നമ്മൾ കണ്ടില്ലേ, എന്ത്, ഇറ്റ് ബിക്കെയിം ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഹി എവർ മെയ്ഡ്. അപ്പൊ അതുകൂടെ പറയാ, thus kindness is conscious choice to being kindness is a conscious choice to be happiness in one's own as well as others life, and thus it fills the life with sunshine എന്ന് പറഞ്ഞ് നമ്മുടെ ഹെഡിങ്ങും ആയിട്ടൊക്കെ ഒരു ബന്ധമൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, കൺക്ലൂഡ് ചെയ്ത് ഇവിടെ അവസാനിപ്പിച്ചു. ഓക്കെ, അപ്പോൾ കൈൻഡ്നെസ് 7 മാർക്സിന് ഇത്ര എഴുതിയാൽ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. നിങ്ങൾ എത്ര വലുപ്പത്തിൽ എഴുതുന്നു എന്നല്ല, നിങ്ങളുടെ വേർഡ് ലിമിറ്റ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ എന്ത് വേണം, നിങ്ങളുടെ പോയിന്റ്സ് ഒക്കെ പക്കയാണെങ്കിൽ എന്ത് വരും, നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ സെറ്റ് അല്ലേ. അപ്പോൾ ദാ നമ്മുടെ റൈറ്റപ്പ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ നമ്മുടെ റൈറ്റപ്പ് ഫിനിഷ് ചെയ്തു. യെസ്, റൈറ്റപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഉള്ളത്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു ഇല്ലേ. എത്ര പെട്ടെന്നാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററോട് ഫിനിഷ് ചെയ്തതെന്ന് നിങ്ങൾ നോക്കണം. യെസ്, നമ്മൾ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് ഫിനിഷ് ചെയ്തു. ഇനി എന്താ വേണ്ടത്, ഇനി എന്താ ബാക്കിയുള്ളത്, പോലെ സജി എന്താണ് ബാക്കിയുള്ളത്, യെസ് നമുക്ക് ഗ്രാമ പോർഷൻ ഉണ്ട്. യെസ്, എന്തുണ്ട്, ഗ്രാമ പോർഷൻ ഉണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മുടെ പ്രജിത് സാർ എടുക്കും കേട്ടോ. റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മുടെ പ്രജിത് സാർ എടുക്കും. എടാ ഇനി കുറേ ബാക്കിയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എഡിറ്റിംഗ് ചെയ്ത് നോക്കിയാലോ. ഇത് ഡിസംബർ 2022. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു പാറ്റേൺ കിട്ടും. ഓക്കെ, and she had never dash outside Nigeria. had never dash. ഹാഡിന്റെ കൂടെയാണ് വരുന്നത്, ഏതായിരിക്കും, നെവർ ബീയിങ് ആണോ, B+ing ആണോ, ബീയിങ് ആണോ വരിക, എവർ ബി ആണോ വരിക, എവർ ബീൻ ആണോ വരിക, ഏതാണ് ഇതിന്റെ തേർഡ് ഫോം, ഏതാണ് തേർഡ് ഫോം, ഹാഡിന്റെ കൂടെ ഏതാണ് വരിക, തേർഡ് ഫോം ആണ് വരുന്നത്, ഏതാണ്, ബീൻ ആണ്. യെസ്, എന്താണ്, ബീൻ ആണ്. She had never been outside Nigeria. Okay, she started writing at the age of 7. Her mother was obligated. എന്താണ് ഇതിന്റെ ആൻസർ, ഒബ്ലിഗേറ്റഡിൽ വന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താ, ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞേ, എന്തുകൊണ്ടാണ് നമ്മൾ ഒബ്ലിഗേറ്റഡ് തെറ്റി എന്ന് പറയുന്നത്, എവിടെ ആൻസേഴ്സ്, ഒബ്ലിഗേറ്റഡിന്റെ ആൻസേഴ്സ് എവിടെ, എടാ ഇത് ഒബ്ലിഗേറ്റഡ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. യെസ്, അപ്പം നമ്മൾ ഒബ്ലിഗേറ്റഡ് ആണ്. ഓക്കെ, ഈ ആണോ, ഈ ഇവിടെ നിന്ന് അവിടേക്കും ഐ അവിടെ നിന്ന് ഇവിടേക്കും മാറ്റിയിട്ടതാണ്. ക്ലിയർ അല്ലേ, ഒബ്ലിഗേറ്റഡ്. അപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ നമുക്ക് എഡിറ്റിംഗിൽ വന്നാൽ നമുക്ക് അതൊരു ലാഭമാണ്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ബീൻ കഴിഞ്ഞു, ഒബ്ലിഗേറ്റഡ് കഴിഞ്ഞു. അടുത്തത് ടു റീഡ് മോസ്റ്റ് ഓഫ് സ്റ്റോറീസ് വേർ കണ്ടെയ്ൻഡ് ക്യാരക്ടേഴ്സ്. വേർ ആണോ കണ്ടെയ്ൻ ചെയ്യുന്നത്? അപ്പൊ എന്തിനെ പറ്റിയിട്ടാ പറയുന്നത്? സ്റ്റോറീസിനെ പറ്റിയിട്ടാ പറയുന്നത്. സ്റ്റോറീസ് എന്താണ്? ഒരു സ്ഥലമാണോ? ഒരു സ്ഥലം വരുമ്പോഴല്ലേ നമ്മൾ വേറെ കൊടുക്കുക. അപ്പൊ നമ്മൾ എന്താ കൊടുക്കുക? യെസ്, എന്താണ്?
കുറെ ആൾക്കാർ പറയുന്നുണ്ട്, കുറെ ആൾക്കാർ തെറ്റിക്കുന്നുണ്ട്. എന്താണ്? Which story, most of the stories which contained, okay, ഏത് അല്ലെങ്കിൽ most of the stories that contained characters that was, which contained characters that was similar to the characters in the British and American books she read. Characters ആവുമ്പോ വാസാണോ? Characters ആവുമ്പോ വാസാണോ? എന്താണ്? യെസ്, എന്താണ്? Well, ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ നെക്സ്റ്റ്, ഓക്കെ, എഗെയിൻ നമുക്ക് ആ സിമിലർ ചാപ്റ്റർ, ആ സെയിം ചാപ്റ്റർ, സിമിലർ അല്ല, ആ സെയിം ചാപ്റ്ററിനാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര തണുപ്പാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഒന്നുകൂടെ കൂട്ടിയിടാം. ഓക്കെ, അപ്പൊ Adichie is a storyteller which has carved a niche for herself in the literary world. സ്റ്റോറി ടെല്ലർ ആണ്, ഒരു പേഴ്സൺ ആണ്. ഒരു പേഴ്സൺ ആവുമ്പോ എന്തായിരിക്കും വരാ? Yes, who? A person, a teller who has carved a niche for herself in the literary world. In her speech, she clear dwells upon the dangers of a single story. She, എന്താ? adjective ആണോ അത് adverb ആണോ ക്ലിയർ വരാൻ? നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന എനിക്കറിയാം. എങ്ങനെ കിട്ടി നിങ്ങൾക്ക് അറിയണ്ടേ? adjective ആണോ അത് adverb ആണോ? adverb ആണ്. അപ്പൊ ഇത് ക്ലിയർ ആണോ വരിക? Clearly, yes, clearly dwells upon the dangers of a single story. Citing her own personal experience, she states that single stories were not untrue but incomplete. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ്സേ സ്റ്റോറീസ് ആണ് വേറാണ് വരിക, പിന്നെ എന്താ പ്രശ്നം ഇവിടെ? നമ്മളൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാം, ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പറയാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തിലാണ് പോവാ? നമ്മൾ പാസ്റ്റിലാണോ പോവാ, പ്രസന്റിലാണോ പോവാ? ആർക്കും അറിയില്ല അത്. നമ്മളൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പോകുമ്പോൾ നമ്മൾ എന്തിലാ പോവാ? നമ്മൾ സിമ്പിൾ പ്രസന്റിലാണ് പോവാ. ഓക്കെ, അപ്പോ these stories are not untrue but incomplete. Single stories makes one story become the only story. Single stories ആവുമ്പോ makes വരുമോ? സബ്ജക്ട് verb agreement. stories ആവുമ്പോ makes വരുമോ? ഇല്ല. എന്താ വരിക? makes ആണോ? makeഡോ? സിംഗിൾ സ്റ്റോറീസ് പ്രസന്റിലാണ്. make, yes, എന്താണ് വരിക? make ആണ് വരിക. ഓക്കെ, അപ്പൊ എഡിറ്റിംഗിൽ നിങ്ങളോട് കാര്യമായിട്ട് എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്? സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, റിലേറ്റീവ് പ്രോനൗൺ അല്ലേ, വിച്ച്, വെയർ, ഹു, ആ റിലേറ്റീവ് പ്രോനൗൺ. പിന്നെ എന്താണ് വരുന്നത്? നിങ്ങൾക്ക് ചെറുതായിട്ട് ടെൻസ് വരുന്നുണ്ട്. ടെൻസിന്റെ എന്താ വരുന്നത്? അത് വലിയ വലിയ ടെൻസ് അല്ല വരുന്നത്. നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ജസ്റ്റ് പ്രസന്റും പാസ്റ്റും ചെറിയ ചെറിയ വേർഷൻസ് മാത്രമേ വരുന്നുള്ളൂ. അത് മാത്രമല്ല, വേറെ എന്താ വരുന്നത്? സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്, ക്ലിയർ ആണല്ലേ? ഓക്കെ ആണ്. ഓക്കെ ആണെങ്കിൽ എല്ലാവരും എഗെയിൻ സ്നാപ്പ് ഔട്ട്. ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാ? എഴുന്നേറ്റ് നിന്നിട്ട് അവനവനെ തന്നെ. അത് മാത്രമല്ല, നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കാരണം ദേ വരുന്നു അഡ്വർടൈസ്മെന്റ്. എന്താണത്? എന്താണ് അഡ്വർടൈസ്മെന്റ്? എവിടെയാണ് ആ അഡ്വർടൈസ്മെന്റ്? യെസ്, കിരലൻ സർപ്രൈസുമായി നമ്മുടെ ഏഗൺ വരുന്നുണ്ട്. iPhone 14 ആണ്. അപ്പം മാക്സിമം ഷെയർ ചെയ്യുക. മിനിമം 10 പേർക്കും 3 ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക. എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാൻ മറക്കാതിരിക്കുക. കാരണം ഭാഗ്യശാലി നിങ്ങളാകാം. ഓക്കെ, ഗോയിങ് ബാക്ക്. ഇതിപ്പോ ഒരു സ്പോട്ടിഫൈ പോലെ ആയില്ലേ? ഓക്കെ, ഗോയിങ് ബാക്ക്. നമ്മൾ എവിടേക്കാ പോകുന്നത്? യെസ്, ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന നമ്മുടെ എഡിറ്റിംഗ് ഏറ്റവും ചോദിക്കാൻ ചാൻസ് ഉള്ള ആ ഒരു വർക്കിലേക്ക്. അപ്പോൾ ആ വർക്കിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. ഓക്കെ, പോം അപ്രിസിയേഷൻ ഒക്കെ വരും. Don't worry about it. The danger of a single story. ആരാണ് എഴുതിയത്? നമുക്കറിയാം, അഡിഷി ആണ് എഴുതിയത് അല്ലേ? അഡിഷി ഒരു നൈജീരിയൻ നോവലിസ്റ്റ് ആണ്. ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാം.
അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, the speaker talks about the danger of a single story. She calls herself an early reader and talks about the wide stories that she read. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിച്ചിയില്ലേ ചെറുപ്പത്തിലേ ബുക്ക് വായിക്കായിരുന്നു. ഇവിടെ ബുക്ക് വായിക്കുന്ന ആൾക്കാരുണ്ടോ? ബുക്ക് വായിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹൈ ഇട്ടെ. ഉണ്ടായിരുന്നു അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു ബുക്ക് വായിക്കുന്ന ആൾക്കാർ. എന്നോട് എന്താ അറ്റോമിക് ഹാബിറ്റ്സ് ചോദിച്ച ആളെവിടെ? വന്നിട്ടില്ലേ? അറ്റോമിക് ഹാബിറ്റ്സ് എവിടെ? യെസ്. അപ്പൊ ബുക്ക് വായിച്ചിരുന്നു, വളരെ ചെറുപ്പത്തിലേ ബുക്ക് വായിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ അരിച്ചി. അപ്പൊ അരിച്ചി വായിച്ചിരുന്ന ബുക്സ് ഒക്കെ വൈറ്റ് സ്റ്റോറീസ് ആയിരുന്നു എന്നാ പറയുന്നത്. അതായത് ആരുടെ സ്റ്റോറീസ് ആയിരുന്നു? അരിച്ചി വായിച്ചിരുന്ന വർക്ക്സ് ഒക്കെ ആരുടെ വർക്ക്സ് ആയിരുന്നു? ബ്ലാക്ക് റൈറ്റേഴ്സിന്റെ ആണോ? ആഫ്രിക്കൻ റൈറ്റേഴ്സിന്റെ ആണോ? അല്ല, അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് റൈറ്റേഴ്സിന്റെ ബുക്സ് ആണ് ആര് വായിച്ചിരുന്നത്? നമ്മുടെ അരിച്ചി കാര്യമായിട്ട് വായിച്ചിരുന്നത്. അപ്പൊ അരിച്ചി അങ്ങനത്തെ വർക്ക്സ് വായിക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്താ? അരിച്ചിയുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ആരായിരിക്കും? ഇന്ത്യൻസ് ആവോ? ഇല്ല അല്ലെ? അവരും ആരായിരിക്കും? വൈറ്റ്സ് ആയിരിക്കും. യെസ്, വൈറ്റ്സ് ആയിരിക്കും. അപ്പോൾ അരിച്ചി എഴുതുന്ന ബുക്കിലൊക്കെ വെളുത്ത സ്കിന്നുള്ള, ബ്ലൂ ഐസ് ഉള്ള, നമ്മുടെ വെയിലിനെ കാത്തു നിൽക്കുന്ന ഒരുപാട് നായകന്മാരും നായികമാരും ഒക്കെ ഉണ്ടായിരുന്നു. But she grew up in East Nigeria and most of the works she read were American and British. Later, when she started to write, her characters were similar to those books that she read. Her characters were white, blue-eyed, and they played in the snow, ate apples, which was exactly opposite to the kind of life she had. അപ്പോൾ എന്താണ്, എക്സ്ക്യൂസ് മീ കേട്ടോ, അപ്പോൾ എന്താണ് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ അടിച്ച് എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അടിച്ചായിട്ട് ഒരു ബന്ധമില്ലാത്ത ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഓക്കെ, ഐ എം സോറി. അപ്പൊ അടിച്ച് എങ്ങനത്തെ കാര്യങ്ങളായിരുന്നു എഴുതിയിരുന്ന? അടിച്ചായിട്ടൊരു ബന്ധമില്ല, ഏതോ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ, താങ്ക് യു. അപ്പൊ ഏതോ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒക്കെ ഇരുന്നിരുന്ന ക്യാരക്ടേഴ്സിനെ പോലത്തെ വർക്ക്സ് ആയിരുന്നു എഴുതിയിരുന്നത്. ഓക്കെ, യെസ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ അടിച്ച് എവിടേക്ക് എത്തിപ്പെടുകയാണ്? ആഫ്രിക്കൻ ബുക്സിലേക്ക് എത്തിപ്പെടുകയാണ്. ആഫ്രിക്കൻ ബുക്സ് വായിക്കുകയാണ്. ആഫ്രിക്കൻ ബുക്സ് വായിച്ചപ്പോൾ ദേ മനസ്സിൽ ലെഡ് പൊട്ടിയില്ലേ? എന്തുകൊണ്ടാ? യെസ്, ഫൈനലി നമ്മുടെ അടിച്ചിയെ പോലത്തെ ക്യാരക്ടേഴ്സിനെ വായിക്കാൻ തുടങ്ങി. That is what a story from a single perspective does. It made the child in her believe that the stories have to be something that she can't relate with. അപ്പം അതുവരെ അടിച്ച് എന്ത് വിചാരിച്ചിരുന്നു? സ്റ്റോറി ഒന്നും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ, നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത സ്റ്റോറീസ് ആണെന്ന്. പക്ഷെ ഇപ്പം എന്ത് മനസ്സിലായി? യെസ്, ചിനു ആഷിബി അല്ലെങ്കിൽ കമറ ലായി ഒക്കെ വായിച്ചപ്പോൾ അടിച്ചിക്ക് എന്ത് മനസ്സിലായി? ഇതൊക്കെ നമ്മളെ പക്ക ആഫ്രിക്കൻ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ്. ആഫ്രിക്കൻ കൾച്ചറിനെ പറ്റി, ചിനു ആഷിബി ഒക്കെ ആഫ്രിക്കൻ കൾച്ചറിനെ പറ്റിയിട്ട് ഭീകരമായിട്ട് എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. ഐ തിങ്ക് തിങ്സ് ഫോൾ അപ്പാർട്ട് ഒക്കെ അദ്ദേഹത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അത്ര ഭീകര വർക്ക്സ് ഒക്കെ എഴുതിയിട്ടുള്ള മനുഷ്യനാണ്. Though she loved American and British books for opening her mind and opening up a new world, she is thankful that African books made her realize that books can be relatable. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ട്രാൻസിഷൻ. അമേരിക്കൻ ആൻഡ് വൈറ്റ് ബുക്സിനെ കൊണ്ടുള്ള ഗുണം എന്താ? അയ്യോ, എൻ്റെ ലൈവ് ചാറ്റ് ഞാനിവിടെ വെച്ചിട്ട് പോയല്ലോ. എന്തായി അമേരിക്കൻ ബുക്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടെ ഒരുപാട് യെസ് മൈൻഡ് ഓപ്പൺ ആവും. എന്താ എഴുതാ മൈൻഡ് ഓപ്പൺ ആയി അല്ലേ, ഒരുപാട് നോളജ് കിട്ടി. ആഫ്രിക്കൻ ബുക്സ് ആയപ്പോഴോ എന്തായി? ആഫ്രിക്കൻ ബുക്സ് ബിക്കെയിം റിലേറ്റബിൾ അല്ലേ? ഓക്കെ, അങ്ങനെ നമ്മുടെ കഥയിലേക്ക് ഒരു പുതിയ കഥാപാത്രം വരികയാണ്. ദാറ്റ് ഇസ് ഫിദെ എന്ന് പറയുന്നത് നമ്മുടെ അഡിഷ്യയുടെ വീട്ടിൽ വർക്കിന് വന്നിരുന്ന ഒരു കുട്ടിയാണ്. ഓക്കെ, അപ്പൊ ഈ ഫിദേനെ പറ്റിയിട്ട് അടിച്ച് ആകെ കേൾക്കുന്നത് എന്താണെന്നറിയോ? ഹീസ് പൂവ, അവൻ ജീവിക്കുന്ന പോവർട്ടിയിലാണ്, നീ ഭക്ഷണം വേസ്റ്റ് ചെയ്തത്, അവനൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നു അമ്മ പറഞ്ഞു കൊടുക്കാറ്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം അടിച്ചയെ കാണാണ് ഫിദെ നല്ല ഭംഗിയുള്ള ബാസ്ക്കറ്റ്സ് ഉണ്ടാക്കുമായിരുന്നു. ഇതും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, ഇത് നിങ്ങൾക്ക് എഴുതേണ്ടി വരും. ഹി യൂസ് ടു മേക്ക് ബാസ്ക്കറ്റ്സ് ഫ്രം ഡ്രൈഡ് റാഫിയ. ഓക്കെ, ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അടിച്ചിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എന്തുകൊണ്ടാണ് അടിച്ചിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത്? എന്തുകൊണ്ടാണ് അടിച്ചിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത്?
അടിച്ചിയുടെ മനസ്സിലെ ഫിദ എങ്ങനെയാ? ഫിദയ്ക്ക് ഒന്നും അറിയില്ല. ഫിദ പാവ, ഫിദയ്ക്ക് ഒന്നും അറിയില്ല. എൻ്റെ മുതലാളി പാവ പാവ എന്ന് പറയുന്നില്ലേ? കൊച്ചു മുതലാളിയാണോ? അല്ല, ഏതോ മുതലാളി. ഓക്കെ, അതുപോലെ ഫിദ പാവാണ്, ഫിദയ്ക്ക് ഒന്നും അറിയില്ല എന്നാണ് അടിച്ചി വിചാരിച്ചത്. പക്ഷെ ഫിദയ്ക്ക് ഇത്രയും കഴിവുള്ള കാര്യം അമ്മ പറഞ്ഞ് ഫിദ പാവ എന്നുള്ള സ്റ്റോറിയിൽ മറയ്ക്കപ്പെട്ടു പോയി അല്ലേ? അപ്പൊ അത് ഒരു എക്സാമ്പിൾ ആണ്, ഓർത്ത് വെക്കുക. അങ്ങനെ ഫിദയുടെ അവസ്ഥയിലേക്ക് ആര് വരികയാണ്? നമ്മുടെ നാട്ടിലെ ഫിദ അല്ല കേട്ടോ, ഫിദ അതൊരു മെയിൽ ചൈൽഡിന്റെ നെയിമാണ്. ഹർ സിംഗിൾ സ്റ്റോറി. അപ്പൊ നമ്മുടെ അഡിച്ചി ഇതേപോലെ US-ലേക്ക് ഹോസ്റ്റലിന് പഠിക്കാൻ പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഹോസ്റ്റലിൽ പഠിക്കാൻ പോയിട്ടുണ്ടോ? അപ്പൊ നിങ്ങളും ക്യാമ്പിനൊക്കെ പോയ ആൾക്കാരില്ലേ? ക്യാമ്പിന് പോയ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഹൊയ് ഇട്ടെ. ക്യാമ്പിന് പോയ ആൾക്കാരുടെ ഒക്കെ ഓരോ ഹൊയ് വീതം പോരട്ടെ. അപ്പൊ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ നമ്മൾ പല ടൈപ്പ് ആൾക്കാരെ മീറ്റ് ചെയ്യും അല്ലെ? പല ടൈപ്പ് ആൾക്കാരുമായിട്ട് സംസാരിക്കും. അങ്ങനെ നമ്മുടെ അഡിച്ചി ഹോസ്റ്റലിൽ പോയപ്പോൾ അഡിച്ചിയുടെ റൂംമേറ്റ് US കാരിയായിരുന്നു. അഡിച്ചിയുടെ റൂംമേറ്റ് ആകെ ഇങ്ങനെ ഷോക്ക് അടിച്ചപ്പോൾ നമുക്ക് ഉണ്ടാവും അല്ലേ? നമ്മൾ വിചാരിക്കും, ഓ തമിഴിയനാണ്, ഒരു പ്രത്യേക രീതിയിലാണ് ജീവിക്കുക. നമുക്ക് ഇവിടുത്തെ നമ്മുടെ ബംഗാളി ബീഹാരി ചേട്ടന്മാരോട് നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് അവരെ കാണുമ്പോൾ. നമ്മൾ ബംഗാളിലോ ബീഹാറിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും ഈക്വൽ ട്രീറ്റ്മെന്റ് റെസ്പെക്റ്റ് ഒക്കെ വേണം. പക്ഷെ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യാറുണ്ടോ? ഇല്ല അല്ലേ? കാരണം എന്താ, നമ്മുടെ മനസ്സിലൊരു പ്രിജുഡിസ് ഉണ്ട്. ഇവര് നമ്മളെ ഉപദ്രവിക്കും, ഇവര് നമ്മുടെ സ്ഥാനം കയ്യേറാൻ വന്ന അങ്ങനത്തെ ഒരു ഹെയ്റ്റ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ. അതേപോലെ ഈ US-കാരി ഫ്രണ്ടിന് കുറച്ചിങ്ങനെ വിശ്വാസങ്ങളുണ്ട്. ആഫ്രിക്ക ആണെങ്കിൽ ഇങ്ങനെ, ആഫ്രിക്കയിൽ കുറെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ ഒക്കെ ഒരു തോട്ട് ഉണ്ട്. അത് മാത്രമല്ല, ഇവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കണ്ടപ്പോൾ റൂംമേറ്റ് ആണ് ഞെട്ടി. ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമോ എന്ന് പറഞ്ഞു. അപ്പൊ അതെന്തുകൊണ്ടാ? നൈജീരിയയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് എന്ന് കേട്ടപ്പോൾ റൂംമേറ്റിന്റെ കാറ്റുപോയി. യെസ്, ഒരുപാട് ആൾക്കാർ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടിൽ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ. ഓക്കെ, കുഴപ്പമില്ല. അത് വി ഷുഡ് ഓൾവേസ് റെസ്പെക്ട് അതർ പീപ്പിൾസ് കൾച്ചർ. ഓക്കെ. Anyway, the roommate's feeling was kind of patronizing. Whatever she felt for Africa was othering, something that was never similar to anything that she knows, showing what a single story is. അപ്പോൾ എപ്പോഴും നമ്മുടെ അമേരിക്കൻ റൂംമേറ്റിന്റെ മനസ്സിലുണ്ടായിരുന്ന ഫീലിങ്സ് എന്താണ്? അദറിങ് ആണ് അല്ലേ? ഒരു അതർ ഫീലിംഗ് ആണ്. എൻ്റെ അല്ല, അതർ, നോട്ട് മൈൻ, അതർ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. നോട്ട് മീ, അതർ എന്നുള്ള ഫീലിംഗ് ആണ്. അപ്പൊ അതിനെ നമ്മൾ അദറിങ് എന്ന് പറയും. അപ്പോൾ ആ റൂംമേറ്റ് ഫീൽ ചെയ്തത്, ആഫ്രിക്കയ്ക്ക് വേണ്ടി ഫീൽ ചെയ്തതായിരുന്നു. ആര് ഫിദയ്ക്ക് വേണ്ടി ഫീൽ ചെയ്തത്? പോയോ എല്ലാരും? ആര് ഫിദയ്ക്ക് വേണ്ടി ഫീൽ ചെയ്തത്? യെസ്, എന്റർടൈൻമെന്റിന്റെ പാട്ടൊക്കെ വരും. ഞാൻ ഇപ്പോൾ ഒരു പാട്ട് പാടിയതിന്റെ ക്ഷീണത്തിൽ ഇങ്ങനെ നിൽക്കാം. ഓക്കെ, ആര് ഫീൽ ചെയ്തത്? അഡിച്ചി ഫീൽ ചെയ്തത്, സ്പീക്കർ ഫീൽ ചെയ്തത്. യെസ്, അങ്ങനെ അഡിച്ചി പറയാണ്, once she went to US, she started accepting and understanding her own African identity. അല്ലേ? അവരുടെ ആഫ്രിക്കൻ ഐഡന്റിറ്റിയെ മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും തുടങ്ങിയത് US-ലേക്ക് പോയപ്പോഴാണ്. അപ്പോൾ എപ്പോഴൊക്കെ ആൾക്കാർ ആഫ്രിക്കനെ കൺട്രി എന്ന് വിളിക്കുന്നു, അപ്പോഴൊക്കെ നമ്മുടെ അഡിച്ചിക്ക് ഭയങ്കര ദേഷ്യം വരും. അതെന്തുകൊണ്ടാ? ആഫ്രിക്കനെ കൺട്രി എന്ന് വിളിക്കുമ്പോൾ ആസ് എൻ എ കൺട്രി എന്തിനായിരിക്കും അഡിച്ചിക്ക് ദേഷ്യം വരുന്നത്? ഇവിടുത്തെ സോഷ്യലിന്റെ ഒക്കെ യെസ് എന്താണ്? ആഫ്രിക്ക എന്താണ്? ആഫ്രിക്ക ഒരു കോണ്ടിനെന്റ് ആണ്. കൺട്രി ആണോ ആഫ്രിക്ക? അല്ല, ആഫ്രിക്ക എന്താണ്? കോണ്ടിനെന്റ് ആണ്. ഓക്കെ. ആൻഡ് അപ്പോഴാണ് നമ്മുടെ അഡിച്ചിക്ക് മനസ്സിലാവുന്നത് അവളുടെയും അവളുടെ റൂംമേറ്റ്സിന്റെയും ഫീലിങ്സ് സെയിം ആണ്. എന്നിട്ട് അഡിച്ചിയെ പറയാണ്, അവളുടെ സ്റ്റോറീസ് വായിച്ചിട്ടുള്ള ഒരു പ്രൊഫസർ പറഞ്ഞു, നിനക്ക് പെയിൻഫുൾ പാസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോറീസിലെ ഭംഗി പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അഡിച്ചിയെ പറയാണ്, അഡിച്ചിക്ക് അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ഇത്തിരി സൗന്ദര്യം കൂടി പോയതുണ്ട് അല്ലേ? അപ്പോൾ എന്താ പറയണത്? യെസ്, അഡിച്ചിയുടെ പാസ്റ്റ് ഭയങ്കര ഹാപ്പി പാസ്റ്റ് ആയിരുന്നു. എന്നാലും അഡിച്ചി പിന്നെയും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് പാസ്റ്റിൽ അല്ലേ? അപ്പോൾ അതൊക്കെ വെച്ച് അഡിച്ചി ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഡിച്ചി ഇത് എങ്ങനെ എൻഡ് ചെയ്യുന്നത്? സിംഗിൾ സ്റ്റോറീസ് ക്രിയേറ്റ് സ്റ്റീരിയോടൈപ്സ്. ദേ ആർ നോട്ട് ലൈസ് ബട്ട് ആർ ഇൻകംപ്ലീറ്റ് ട്രൂത്ത്. അത് സിംഗിൾ സ്റ്റോറീസ് കള്ളമാണ് എന്നാണോ പറയുന്നത്? സിംഗിൾ സ്റ്റോറീസ് കള്ളമാണോ? എവിടെതാ പിന്നെ ലൈവ് ചാറ്റ് കിടന്ന് ഉറങ്ങിയോ എല്ലാവരും? സിംഗിൾ സ്റ്റോറീസ് കള്ളമാണോ? അല്ല, സിംഗിൾ സ്റ്റോറീസ് എന്താണ്? ഇൻകംപ്ലീറ്റ് ട്രൂത്ത് ആണ് കോട്ട് ചെയ്യുക. ഓക്കെ, shall we move on? യെസ്, അപ്പോൾ ഇതെന്ന് അഡിച്ചിയുടെ ക്യാരക്ടേഴ്സ് ചോദിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്.
അപ്പോൾ ഇതാ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നമ്മുടെ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയും നല്ല അടിപൊളിയായിട്ട് പഠിച്ചു. ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി സെറ്റ് അല്ലേ, ഇനി പറയണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു? ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എന്ത് കംപ്ലീറ്റ് ചെയ്തു? ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെയോ റൈറ്റ് അപ്പ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം നേരെ ഇനി നരേഷനിലേക്ക് വിട്ടാലോ? അടുത്ത 7 മാർക്കിന്റെ ചോദ്യം നരേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? നരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നരേഷൻ എന്ന് പറഞ്ഞാൽ? നരേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഓക്കെ, ഒരു കഥ പറയുന്നതിനാണ് നമ്മൾ നരേഷൻ എന്ന് പറയാം. സ്റ്റോറി ടെല്ലിംഗ് 2 രീതിയിൽ പറയാം. ഓക്കെ, ഒന്നുകിൽ അവളുടെ സ്റ്റോറി പറയാം, അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറി പറയാം. ഏത്? അപ്പോൾ നരേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഫസ്റ്റ് പേഴ്സണിൽ, അതായത് എൻ്റെ സ്റ്റോറി പറയുമ്പോഴോ, അല്ലെങ്കിൽ തേർഡ് പേഴ്സണിൽ അവളുടെ സ്റ്റോറി പറയുന്നതിനെയോ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പം നരേഷനിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒപ്പീനിയൻ ദയവ് ചെയ്ത് കൊടുക്കരുത്, ഒപ്പീനിയൻ പറയരുത്. നിങ്ങളുടെ ഒപ്പീനിയൻ ആരും ചോദിക്കുന്നില്ല. ഓക്കെ, യെസ്, നിങ്ങളോട് ആരും അഭിപ്രായം ചോദിച്ചില്ലടാ, എന്തിനാ പോയി പറയുന്നേ? നിങ്ങൾ ലൈവ് ചാറ്റിൽ പറഞ്ഞോളൂ നിങ്ങളുടെ അഭിപ്രായം, കമന്റ് സെക്ഷനിൽ പറഞ്ഞോളൂ നിങ്ങളുടെ അഭിപ്രായം. എവിടെ പറയണ്ട? നരേഷനിൽ പറയണ്ട. ഈ ഒരു സ്റ്റോറിയുടെ ഓർഡർ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. പിന്നെന്താ ഉള്ളത്? ലോജിക്കൽ കണക്ഷൻ. സ്പീഡ് കൂടുന്നില്ലല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ലോജിക്കൽ കണക്ഷൻ വേണം കേട്ടോ. നമ്മൾ പറയുന്നതിനൊക്കെ ഒരു കണക്ഷൻ വേണം. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് ചിലർ വന്നിട്ട് എന്തൊക്കെയോ പറയുന്ന പോലെ ഇങ്ങനെ കണക്ഷൻ ഇല്ലാണ്ട് പറയരുത്. ഓക്കെ, പ്രോപ്പർ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡിങ്. അപ്പം മിഡിലും ബിഗിനിങ്ങും എൻഡിങ്ങും ഒക്കെ വളരെ പ്രോപ്പർ ആയിരിക്കണം, ഒരു ഓർഡറിലായിരിക്കണം. കോട്ട് വെനെവർ പോസിബിൾ, അത് നേരത്തെയും പറഞ്ഞാണ്. കോട്ട് ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ എന്ത് ചെയ്യുക? കോട്ട് ചെയ്യാം. അപ്പം നറേഷൻ നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് സ്കോളർഷിപ്പ് ജാക്കറ്റിൽ നമ്മുടെ മാർത്തയുടെ നറേഷനാണ് വന്നത്. അപ്പം മാർത്ത ആയിട്ടാണ് നിങ്ങൾ നറേറ്റ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ മാർത്ത ആവുമ്പോൾ തേർഡ് പേഴ്സൺ ആണോ ഫസ്റ്റ് പേഴ്സൺ ആണോ? എല്ലാവരും ഒന്ന് കോമന്റ് സെക്ഷനിലിട്ട്. തേർഡ് പേഴ്സൺ ആണോ ഫസ്റ്റ് പേഴ്സൺ ആണോ? ക്ലാസ് 10 തേർഡ് പേഴ്സൺ ആണോ ഫസ്റ്റ് പേഴ്സൺ ആണോ? ആരാണ് നിങ്ങൾ? ആരാണ് നിങ്ങൾ? ആരായിട്ടാണ് എഴുതുന്നത്? മാർത്തയായിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആണ്. യെസ്, ഫസ്റ്റ് പേഴ്സണിലാണ് പോണ്ടത്. It was an unforgettable day in my life. As you are aware, I was the best student in my class. I deserved the scholarship jacket. അങ്ങനെ blah blah blah. ആ സ്റ്റോറി, ഇറ്റ് വാസ് എൻ ആർഗ്യുമെന്റ്. ആ സ്റ്റോറി തന്നെ, അതിലൊരു വ്യത്യാസമില്ല. ഐ വെൻ സ്ട്രേറ്റ് ടു ഗ്രാൻഡ് ബീൻ ഫീൽഡിലായിരുന്നു. ഞാൻ പറഞ്ഞു പൈസ താ. അച്ഛൻ പറഞ്ഞു പൈസ തരില്ല. അച്ഛൻ ചോദിച്ചു എന്തിനാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പം ഞാൻ പറഞ്ഞു എന്താണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. അങ്ങനെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു സ്കോളർഷിപ്പ് ജാക്കറ്റ് നിനക്ക് തന്നെ തന്നു. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നറേഷനിൽ നല്ല അടിപൊളിയായിട്ട് എഴുതി വിടാം. ഓക്കെ, ക്ലിയർ അല്ലേ? നറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്റ്റോറി, അറിയാവുന്ന നമ്മൾ പഠിച്ച ആ സെയിം ഓർഡറിൽ എഴുതി വെക്കുന്നതാണ് എന്ത്? നറേഷൻ. അത് 7 മാർക്കിന് എഴുതി വെക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? മൂവ് ഓൺ ചെയ്താലോ? അപ്പൊ മൂവ് ഓൺ ചെയ്യാണ്. എന്താണ് ഇനി ബാക്കിയുള്ളത്? നറേഷൻ നമ്മൾ എന്ത് ചെയ്തു? നറേഷനും നമ്മൾ വെട്ടിയിട്ടു. നറേഷൻ വെട്ടിപ്പോയി. ഇനിയുള്ളത് ഞാൻ ഇനി ഏതെടുക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇനിയുള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓക്കെ, നമ്മൾ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്, അത് ഫിൽ ചെയ്യുക. 4 മാർക്സിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Fill in the blanks using the words given in the bracket. Adichie is a storyteller. Dash comes a conventional middle class. Adichie ഒരു സ്റ്റോറി ടെല്ലർ ആണ്. ആരാണോ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്നത്. സോ Adichie is a storyteller. പറ Adichie is a storyteller. Teller? Who? Yes. Who comes from a conventional middle class family, അല്ലേ? Comes from a conventional middle class family. Her father being a professor, she grew up on Dash University campus. She grew up in a university campus. ഒരു മിനിറ്റ്. Adichie is a storyteller who comes from a who comes ഇവിടെ ആയിരുന്നു കേട്ടോ ബി ഓപ്ഷൻ ഉണ്ടായിരുന്നത്. Who comes from a conventional middle class family. Her father being a professor, sorry, അത് എൻ്റെ mistake ആണ്. Her father being a professor, she grew up on
ഇവിടെ ഇന്നല്ല വരിക, സോറി ഇത് എൻ്റെ മിസ്റ്റേക്ക് ആണ്. ഷീ ഗ്രൂ അപ്പ് ഓൺ ഡാഷ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. എന്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്? ഇത് ഞാൻ എഴുതിയ ക്വസ്റ്റിൻ്റെ മിസ്റ്റേക്ക് ആണ്, അതായത് ഞാൻ അത് ടൈപ്പ് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഷീ ഗ്രൂ അപ്പ് ഓൺ എ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ഓക്കെ, ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് അവർ വളർന്നത്. ആൻഡ് ആ ക്യാമ്പസ് എവിടെയാണ്? ഇൻ ഈസ്റ്റ് നൈജീരിയ. ഓക്കെ, ക്ലിയർ അല്ലേ? ചെറുതായിട്ട് ഞാൻ തന്നെ കൺഫ്യൂഷൻ ആക്കില്ല, സോറി. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരികയാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ വേർഡ്സ് ഗിവൻ ഇൻ ദ ബ്രാക്കറ്റ്സ്. ദ ബോയ് വെന്റ് അപ്പ് ഡാഷ് ഇൻവെസ്റ്റിഗേറ്റ് ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ്. അപ്പോൾ ഗ്രാൻഡ് മദറിന്റെ നിറ്റിംഗ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ബോയ് പോയി. അപ്പൊ എന്തിനു പോയി? ദ ബോയ് വെന്റ് അപ്പ് to investigate grandmother's knitting and discovered it dash the nest. അത് എവിടെ കണ്ടു? നെസ്റ്റിൽ കണ്ടു. നെസ്റ്റിൽ കാണുകയാണെങ്കിൽ എന്തായിരിക്കും? discovered it in the nest built by the squirrel. He also found amongst dash wool 3 white squirrel. അപ്പോൾ വൂളിന്റെ കൂടെ എന്തും കൂടെ കണ്ടു? 3 വൈറ്റ് സ്ക്വിറലിനെ കണ്ടു അല്ലേ? അപ്പോൾ amongst the wool. അത് ഞാൻ നേരത്തെ ആൻസർ പറഞ്ഞു, സോറി മക്കളെ, ഞാൻ അറിയാണ്ട് പറഞ്ഞതാ. ഓക്കെ, amongst the wool 3 white squirrels. Grandfather dash had never seen white squirrels before hinted the possibility. അപ്പോൾ ഗ്രാൻഡ്ഫാദർ, ഏത് ഗ്രാൻഡ്ഫാദർ? ഇതുവരെ വൈറ്റ് സ്ക്വിറലിനെ കാണാത്ത ഗ്രാൻഡ്ഫാദർ. നേരത്തെ സംഭവം എന്താണ്? the grandfather who had never seen. ക്ലിയർ അല്ലേ? അപ്പൊ അതെന്താ? നമ്മൾ എഡിറ്റിംഗിൽ പറഞ്ഞ സെയിം സാധനമാണ്. എന്താണത്? റിലേറ്റീവ് പ്രോനൗൺ ക്വസ്റ്റ്യൻ വരും, എന്തായാലും വരും. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? മൂവ് ഓൺ ചെയ്യല്ലേ? അപ്പൊ എല്ലാവരും അഗെയിൻ ഓരോ യെല്ലോ ഹാർട്ട് ഇമോജീസ് വീതട്ടെ. യെല്ലോ ഹാർട്ട് ഇമോജീസ് വരട്ടെ. യെസ്. അപ്പൊ നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി എന്താ ഉള്ളത്? ഇനി നമുക്ക് എന്താണുള്ളത്? യെസ്, നമ്മൾ നരേഷൻ ചെയ്തു, റൈറ്റപ്പ് ചെയ്തു, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്തു. ഇനി നമുക്കുള്ളത് 2 ചാപ്റ്റേഴ്സ് കൂടെ ഉണ്ടല്ലേ. നെവർ നെസ്റ്റ്. ഇതും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അടിച്ച് പൊളിച്ച് പോളിഷ് ചെയ്ത് പഠിച്ചാണ്. നെവർ നെസ്റ്റിലെ 3 ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? 3 ക്യാരക്ടേഴ്സ് വരട്ടെ മക്കളെ. ഞാൻ പറഞ്ഞു ലേറ്റ് ആവരുത്, ചക്കായിട്ട് ആൻസേഴ്സ് വരണം. ആരൊക്കെയാണ്? ജെയിൻ, ഓൺ ജെയിൻ, പിന്നെ ജാക്ക്, പിന്നെ ആരാ ഉള്ളത്? ജില്ലുണ്ട്, ജാക്ക് ഉണ്ട്, ജില്ലുണ്ട്, ഓൺ ജെയിൻ ഉണ്ട് അല്ലേ? അത് എഴുതിയത് സെഡ്രിക് മൗണ്ട് ആണ്. ജാക്ക് believes in comfort and is really proud of his home and his settings. അപ്പോൾ ജാക്കിനെ പറ്റിയിട്ട് അറിയാം. ജാക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ജാക്ക് ഹാസ് നോ proper financial planning and believes that installment would help him build his home. അപ്പോൾ ജാക്കിന് ഒരു പ്ലാനിങ്ങും ഇല്ല. ജാക്കിന്റെ വിചാരം ഇൻസ്റ്റാൾമെന്റ് വഴി വീട് നല്ല അടിപൊളി വീടൊക്കെ വെച്ച് ജീവിക്കാം എന്നാണ്. He is delusional and thinks that everything is in control. അപ്പോൾ ജാക്കിന്റെ ഒരു ഫീലിങ്സ് എന്താ വെച്ചാൽ എല്ലാം കൺട്രോളിലാണ് എന്നാണ്. He basically owns nothing and isn't doing professionally well either. Victim of modern consumerism and takes unnecessary risk. അപ്പോൾ ജാക്കിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൈസനെ പറ്റിയിട്ട് ഒരു ബോധവും ഇല്ലാണ്ടാണ് ജാക്ക് ജീവിക്കുന്നത് അല്ലേ? ജാക്ക് എല്ലാം ഇൻസ്റ്റാൾമെന്റിലാണ്. പിന്നെ നമുക്ക് ആരാ ഉള്ളത്? ജില്ലുണ്ട്. ജില്ല എങ്ങനെയാണ്? ജില്ലിന് ഭയങ്കര വിശ്വാസമാണ്. ജില്ല് നമ്മുടെ പക്ക കാന്താരിയാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ്. ജില്ല് is as delusional as her husband. She's drunk on the idea of comfort. അല്ലേ? റേഡിയോഗ്രാം ഇല്ലാണ്ട് എങ്ങനെയാ കുക്ക് ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ലേ? ചോദിക്കുന്നുണ്ട് ഇല്ലേ? ചോദിക്കുന്നുണ്ടോ? She becomes emotional when aunt tells her that they own nothing but finds a way to own her baby. അപ്പോൾ ജില്ലിന് അപ്പോഴാണ് വിഷമാവുന്നത്. അവരൊന്നും ഓൺ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ സ്വന്തം ബേബിയെ എങ്കിലും ഓൺ ചെയ്യാനുള്ള ഒരു ലാസ്റ്റ് ശ്രമം ആര് നടത്തുന്നുണ്ട്? ജില്ല് നടത്തുന്നുണ്ട്. ഷീ ഈസ് റിയലി പ്രൗഡ് ഓഫ് ജാക്ക് ആൻഡ് ഓൾ ദാറ്റ്. ആൺ ചെയിൻ ആണെങ്കിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്, ഇൻഡിപെൻഡന്റ് വുമൺ ആണ്, കുറച്ചൊരു സ്ട്രോങ് ഫിസ്റ്റഡ് വുമൺ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ആൺ ചെയിൻ വന്നാലും നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. നമ്മൾ സ്റ്റോറി നല്ല അടിപൊളിയായിട്ട് പഠിച്ചാണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് പോളിഷ് ചെയ്തെടുത്താലോ? അപ്പോൾ അഗൈൻ ഫയർ ഇമോജി ആൻഡ് ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും എന്ത് ചെയ്യുക? ലൈവ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതുമല്ല, ഇതിൽ കൂടുതൽ സ്ട്രെങ്തോടെ നിങ്ങൾക്ക് വരാൻ പറ്റും ഇല്ലേ? നിങ്ങളിതാ ഏകന്റെ ഫുൾ എക്സ്പെക്ടേഷൻസ് നിങ്ങളുടെ മുകളിലാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെങ്തിൽ വരാൻ പറ്റില്ലേ? പറ്റും എന്ന് പറ.
യെസ് യെസ് യെസ്. അപ്പോൾ ഓൺ ജെയിൻ എന്ത് ചെയ്യാണ്? ജാക്കിനെയും ജില്ലിനെയും വിസിറ്റ് ചെയ്യാണ് കേട്ടോ ഒരു ദിവസം. ആൻഡ് അവർക്ക് ഇങ്ങനെ ജില്ല് കാണിച്ചു കൊടുക്കുകയാണ് ഞങ്ങളുടെ വീട് ഭയങ്കര കംഫിയാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് അല്ലേ. അപ്പോൾ ആണ്ട് അതിൽ കാണുമ്പോൾ എന്താ പറയുന്നത്? യെസ്, ഇത് ഭയങ്കര കോസിയാണ്. അപ്പോൾ ആ ഒരു വേർഡ് യൂസ് ചെയ്യുക. എന്താണ്? ഭയങ്കര കോസിയാണ് ആൻഡ് പ്രിറ്റി ആണ് എന്ന് പറയുന്നുണ്ട്. When Jack says they owe this house to Jane, she gets confused that she only gave them 200 pounds on as their wedding gift. അപ്പോൾ വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ആകെ 200 പൗണ്ട് അല്ലേ തന്നുള്ളൂ, പിന്നെ ഞാൻ എങ്ങനെ ഇതെല്ലാം വാങ്ങി തരുന്നത് എന്നുള്ളൊരു എക്സ്പ്രഷനിലാണ് ഓൺ ജെയിൻ നിൽക്കുന്നത്. അങ്ങനെ ഓൺ ജെയിൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മോനെ നിന്റെ വീടൊക്കെ അടിപൊളി, നീ ഇത്രയും പൈസക്കുള്ള സാധനം എങ്ങനെ വാങ്ങി, എങ്ങനെ നിനക്ക് ഇതിനുള്ള പൈസ കിട്ടി? അപ്പം നമ്മുടെ ജാക്ക് പറയണേ, എനിക്ക് ഇതിനുള്ള പൈസ ഒന്നും കിട്ടിയിട്ടല്ല, ഞാൻ 10 പൗണ്ടിലാണ് ഈ വീട് വാങ്ങിയത്. പറയേ 10 പൗണ്ടിൽ എങ്ങനെ വീട് വാങ്ങി? അപ്പൊ എങ്ങനെയായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും? യെസ്, ഇൻസ്റ്റാൾമെന്റിലാണ്. ആലോചിച്ച പോലെ എങ്ങനെയായിരിക്കും? ഇൻസ്റ്റാൾമെന്റിലാണ് വാങ്ങിയത്. അപ്പൊ എന്താ പറയുന്നത്? ഇങ്ങനെ എനിക്ക് മുതലാളിയായി ജീവിക്കാമെങ്കിൽ ഞാൻ എന്തിനു തൊഴിലാളിയായി ജീവിക്കണം? യെസ്, അങ്ങനെ അദ്ദേഹം ഇൻസ്റ്റാൾമെന്റിലാണ് വീട് വാങ്ങിയത്, കാർ വാങ്ങിയത്, പിന്നെ എന്തൊക്കെയുണ്ട്? റെഫ്രിജറേറ്റർ വാങ്ങിയത്, പിയാനോ വാങ്ങിയത്, റേഡിയോഗ്രാം വാങ്ങിയത് ഒക്കെ എങ്ങനെയാണ്? ഇൻസ്റ്റാൾമെന്റിലാണ്. അങ്ങനെ നമ്മുടെ ഓൺറ്റിന് മനസ്സിലാവാണ് ഇവന് വലിയ പൈസ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, ലാസ്റ്റ് ഇയറിൽ എങ്ങാണ്ട് കുറച്ച് ഒരു 5 shilling റേസ് കിട്ടിയാലേ ഉള്ളൂ. ഇത് റെയിൻ അല്ല കേട്ടോ, ഇത് റേസ് ആണ്. റേസ് ഇൻ ഹിസ് ജോബ് ലാസ്റ്റ് ഇയർ. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഒരു 5 shilling റേസ് കിട്ടിയാലേ ഉള്ളൂ. അങ്ങനെ ഓൺ ജെയിന് മനസ്സിലാവണം ഇവൻ്റെ പൊസഷൻ, ഇവൻ്റേതെന്ന് പറയുന്ന ഒന്നും പാവം ജാക്കിന് ഒരു വഴിയില്ല ജീവിക്കാൻ. അപ്പോൾ ഇവൻ്റെ ഒന്നും ആക്ച്വലി ഇവൻ്റെ അല്ല എന്ന് നമ്മുടെ ഓൺ ജെയിൻ മനസ്സിലാക്കുകയാണ്. എല്ലാം ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഇത് കേൾക്കുമ്പോൾ ആർക്ക് ദേഷ്യം വരുന്നുണ്ട്? ഓൺ ജെയിന് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഓൺട്ട് ചോദിക്കുകയാണ്, നീ എത്ര കിട്ടും നിനക്കൊരു മാസം നിൻ്റെ കയ്യിൽ? അപ്പോൾ പറയാം 6 പൗണ്ട് കിട്ടും. 6 പൗണ്ട് നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എത്ര പൈസ നിനക്ക് ചെലവ് വരുന്നുണ്ട്? എത്ര വരുന്നുണ്ട്? 7 pounds and 8 pence വരുന്നുണ്ട്. ഇത് ആര് കൊടുത്തു തീർക്കും? അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ പൈസ കൊടുത്തു തീർക്കും? അന്ന് നിങ്ങൾ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, എങ്ങനെ? കടം വാങ്ങും. അപ്പൊ കടം എങ്ങനെ കൊടുത്തു തീർക്കും എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരം എന്തായിരുന്നു? ഇൻസ്റ്റാൾമെന്റിലൂടെ കടം കൊടുത്തു തീർക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ in order to pay the installment he borrows money which he pays off with other installments. അങ്ങനെ ഇതൊരു സൈക്കിൾ ആവാണ്. അപ്പൊ അതെന്താ മനം നൊന്ത് നമ്മുടെ ഓൺ ജെയിൻ എന്ത് ചെയ്യാണ്? എന്നാ പിടിച്ചോ 10 പൗണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു ചെക്ക് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഈ 10 പൗണ്ട് കിട്ടുമ്പോൾ ജാക്ക് വൺ ഹാപ്പി, ഇതുകൊണ്ട് കാറിൻ്റെ ബില്ല് അടയ്ക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ബില്ല് അടയ്ക്കാം എന്നൊക്കെ അദ്ദേഹം വിചാരിക്കുമ്പോൾ ജില്ല എന്ത് ചെയ്യാണ്? ജില്ല അത് ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണ്. അല്ലെ മക്കളെ, ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണ്. ആർക്കാണ് അയച്ചു കൊടുക്കുന്നത്? ഇപ്പം എനിക്ക് ആൻസർ കിട്ടണം. ആർക്കാണ് അയച്ചു കൊടുക്കുന്നത്? എന്താ കുറച്ച് ടൈം നിങ്ങൾക്ക് തരികയാണ് ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ജാക്ക് തിരിച്ചു വരുമ്പോൾ ചെക്കില്ല, ചെക്ക് അയച്ചിട്ടുണ്ട്. അപ്പം ജാക്ക് ചോദിക്കും, ഓക്കെ നീ ആർക്കാ അയച്ചത്? അപ്പം ആർക്കാ അയച്ചത്? ഡോക്ടർ മാർട്ടിൻ ആണ് അയച്ചത്. അപ്പം മാർട്ടിൻ ആരാണ്? ഈ പ്രസവം എടുത്ത ഡോക്ടർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ജില്ല പറയണ്ട, അങ്ങനെയെങ്കിലും നമ്മുടെ കുട്ടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പൈസ ഡോക്ടർ മാർട്ടിന് അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നെവൻ നെസ്റ്റ് ക്ലിയർ അല്ലേ? നെവൻ നെസ്റ്റ് ക്ലിയർ ആണ്. ഇനി നമുക്കിതാ കുറച്ച് പോർഷൻസ് കൂടി നോക്കാനുള്ളൂ. ഏതൊക്കെയാണ്? നമ്മൾ കുറച്ച് സൂപ്പർ ഫാസ്റ്റ് അടിച്ചു പോവാ അല്ലേ? ഏതാണ് നോക്കാനുള്ളത്? നമുക്ക് റൈറ്റപ്പ് നോക്കി, നറേഷൻ നോക്കി, ഡയറി എൻട്രി. എങ്ങനെയാണ് നമ്മളൊരു ഡയറി എൻട്രി ചെയ്യാം? ഡയറി എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താണത്? ഒരു ബോക്സ് വരയ്ക്കാം. ഓക്കെ, ഒരു ഡയറി എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ബോക്സ് വരയ്ക്കാം. ആ ബോക്സിൽ നമ്മൾ ഡേയും ഡേറ്റും കൊടുക്കാം. എന്ത് കൊടുക്കുക? ഡേയും ഡേറ്റും കൊടുക്കുക. ഓക്കെ, എവിടെ പോയി എൻ്റെ ബോക്സ്? എവിടെ? ഞാനിവിടെ വരച്ച് വെച്ച് എൻ്റെ ബോക്സ് എവിടെ? യെസ്, അപ്പം നമ്മളൊരു ബോക്സ് വരച്ചു. നമ്മളതിൽ ഡേയും ഡേറ്റും കൊടുത്തു. കണ്ടോ? ഡേറ്റ് കൊടുത്തു. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇയർ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങളോട് സ്കൂളിൽ നിന്ന് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇയർ കൊടുത്താൽ മതി. അപ്പം ഡേയും ഡേറ്റും കൊടുത്തു. പിന്നെ ഞാൻ പറയണ ഒരു സ്ട്രൈക്കിംഗ് ബിഗിനിങ് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ അങ്ങനെ വെട്ടി തിളയ്ക്കണം എന്ന് പറയുമ്പം അപ്പം എന്ത് വന്നു? എക്സ്ക്ലമേഷൻ മാർക്ക് വന്നില്ലേ? എക്സ്ക്ലമേഷൻ മാർക്ക് കാണുന്നുണ്ടോ? കാണുന്നില്ലേ? യെസ്, എക്സ്ക്ലമേഷൻ മാർക്ക് വന്നു. പിന്നെ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കണം. ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? വന്നു. ഓക്കെ, ഇനി ഞാൻ പറയാണ്
ഓക്കെ, എൻ്റെ ഇമോഷൻസ് കാണിക്കാൻ വേണ്ടി ഞാൻ എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടു, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അപ്പം ഞാൻ എങ്ങനെ, എൻ്റെ കാര്യമല്ലേ ഞാൻ ഡയറിയിൽ എഴുതുന്നത്, ഞാനല്ലേ ഡയറി എഴുതുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സ്പെക്റ്റീവിലായിരിക്കണം, ഐയിലായിരിക്കണം ഡയറി എൻട്രി പോകുന്നത്. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലാണ് ഡയറി എൻട്രി പോകുന്നത്. ഡൗട്ടില്ലല്ലോ, ഡൗട്ടില്ല. ഈ ഡയറി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പ്രിയപ്പെട്ട ഡയറി എന്ന് പറഞ്ഞിട്ട് എഴുതുമോ? ഇല്ല അല്ലേ. നമ്മളെങ്ങനെ എഴുതാ? ചങ്കെ ഇന്ന് വൻ സീന എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ എഴുതാ. അപ്പം നമ്മുടെ ലാംഗ്വേജ് എങ്ങനെ ആയിരിക്കണം? നമ്മുടെ ലാംഗ്വേജ് ഇൻഫോർമൽ ആയിരിക്കണം. ഓക്കെ, വളരെ കാഷ്വൽ. ഇപ്പം നിങ്ങളുടെ ലൈവ് ചാറ്റ് കണ്ടില്ലേ, നിങ്ങളുടെ ലൈവ് ചാറ്റിൽ നിങ്ങൾ എഴുതുന്ന പോലെ വൻ കാഷ്വൽ ആയിട്ട്, വൻ ചില്ലായിട്ട്, മിസ്സിനെ ഇന്നലെ വരെ മിസ്സിൻ്റെ കൂടെ പഠിച്ച ആ ഒരു അഹങ്കാരത്തോടെ വരുന്ന, സോറി കേട്ടോ അത് വെറുതെ പറഞ്ഞ. അപ്പോൾ വൻ ചില്ലായിട്ട് എന്തെഴുതണം? ഡയറി എഴുതണം. ഇടയ്ക്ക് കുത്തൊക്കെ കേട്ടോ. അപ്പോൾ എന്ത് തോന്നും? വളരെ ഇൻഫോർമൽ ആണ് എന്ന് തോന്നും. ഓക്കെ, അപ്പോൾ ഇത് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാണ്ട് നമ്മളിങ്ങനെ നമ്മുടെ വികാരം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പൊ കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പോൾ അതൊരു ചെറിയൊരു ചാർജിങ് ഇഷ്യൂ വന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ, ഒരു സ്ട്രൈക്കിംഗ് ബിഗിനിങ് കൊടുക്കണം. നിങ്ങൾ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയണം. നിങ്ങളുടെ ഇമോഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് നിങ്ങൾ അത് കുത്തിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ചിലർ ഡയറി സൈൻ ഓഫ് ചെയ്യുന്ന കാണാം. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പറയുന്നില്ലെങ്കിൽ സൈൻ ഓഫ് ചെയ്യരുത്, കാരണം ആരും ഡയറി സൈൻ ഓഫ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എഗെയിൻ നമ്മുടെ അഡിച്ചയുടെ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. സ്റ്റീരിയോ ടൈപ്പിംഗ് അല്ലെങ്കിൽ റേസ് അവെയർനെസ് എന്നൊക്കെ പറയുന്ന, നമ്മുടെ കൾച്ചർ അവെയർനെസ് എന്നൊക്കെ പറയുന്ന കുറേ കോൺസെപ്റ്റ് വരുന്ന ചാപ്റ്ററാണ്. അപ്പം മിസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വായിച്ചിട്ട് തന്നെ പോവുക. ആൻഡ് ഡയറി എൻട്രി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളിത് എങ്ങോട്ട് മൂവ് ചെയ്യാണ്? ഡയറി എൻട്രീനെ പോലെ തന്നെ വൻ വൈബ് ഒരു സാധനമുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡയറി എൻട്രിയും നമുക്ക് അഡിച്ചയുടെ ചാപ്റ്ററിൽ നിന്നാണ് വന്നത്. എനിവേ, അടുത്ത സംഭവമാണ് നോട്ടീസ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു നോട്ടീസ് എഴുതുക? ഡയറി എൻട്രി പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ബോക്സ് വരയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബോക്സ് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്യൂയിങ് അതോറിറ്റിയുടെ, ആരാണ് നമ്മുടെ നോട്ടീസ് ഇഷ്യൂ ചെയ്തത്, ആളുടെ പേരെഴുതും. നോട്ടീസ് എന്നുള്ള ടൈറ്റിൽ കൊടുക്കും. ഓക്കെ, നമ്മൾ ഡേറ്റ് കൊടുക്കും. ഡേറ്റ് കൊടുക്കുമ്പോൾ 13/12 അങ്ങനെ കൊടുക്കാതിരിക്കുക. 13 December 2023 എന്ന് തന്നെ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ നെവർ നെസ്റ്റിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാനാണ്. അപ്പോൾ ആ ഒരു ഹെഡിങ്ങും കൂടെ കൊടുക്കാം. അപ്പോൾ എത്ര ഹെഡിങ് ആയി? 3 ഹെഡിങ് ആയില്ലേ? അതിൻ്റെ ഇടയ്ക്കൊരു ഡേറ്റും ടൈമും ആയി, ഡേറ്റ് ആയില്ലേ? ഓക്കെ, ഇനി ഞാൻ പറയാണ്, ഈ ഒരു നോട്ടീസിൻ്റെ ബോഡി എഴുതുമ്പോൾ എന്തൊക്കെ എഴുതണം? എന്താണ് ഇവൻറ്റ്? ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത്? എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഈ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇപ്പം ഇതാ നോക്കുക, ആരാ കണ്ടക്ട് ചെയ്യുന്നത്? ഇംഗ്ലീഷ് ക്ലബ്ബാണ് കണ്ടക്ട് ചെയ്യുന്നത്. എന്താണ് കണ്ടക്ട് ചെയ്യുന്നത്? ഒരു പ്ലേ ആണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ? 2 കിട്ടി. എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത്? 27th December 2023 കണ്ടക്ട് ചെയ്യുന്നത്. എവിടെ വെച്ചിട്ടാണ്? സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നെയിം കൊടുത്ത് ഡെസിഗ്നേഷനും കൂടെ കൊടുക്കുകയാണ്. അപ്പം നെയിം നിങ്ങളുടെ പേഴ്സണൽ, നിങ്ങളുടെ സ്വന്തം നെയിം, നിങ്ങളുടെ മാത്രം നെയിം, അല്ലാണ്ട് വേറെ ആരുടെ നെയിം നിങ്ങൾ കൊടുക്കില്ലല്ലോ. അപ്പം നിങ്ങളുടെ നെയിം കൊടുക്കാതിരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഒരു നെയിം തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ ABC കൊടുത്ത് എൻറ്റ് ചെയ്യുക. ഓക്കെ, ഇംഗ്ലീഷ് ക്ലബ് സെക്രട്ടറി, ആ ഡെസിഗ്നേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഏതാനും പോയിന്റ്സും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പതിയെ എന്തിലേക്ക് മൂവ് ചെയ്യാം? പതിയെ നമുക്ക് നമ്മുടെ പോം അപ്രിസിയേഷൻസിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അടുത്തത് നമ്മുടെ പാരഗ്രാഫ് റൈറ്റിംഗ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ലാസ്റ്റ് ഇയർ നമ്മളെ വല്ലാണ്ട് വെള്ളം കുടിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. അപ്പം മിസ്സേ പാരഗ്രാഫ് എങ്ങനെ എഴുതും? പാരഗ്രാഫ് എന്ന് പറയുന്നത് ആക്ച്വലി ഷോർട്ട് എസ്സേ ആണ്. അപ്പം നിങ്ങൾ റൈറ്റപ്പ് പഠിച്ചുകൊണ്ട് ഇത് മിസ് ജസ്റ്റ് ഓടിച്ച് പറയുന്നേ ഉള്ളൂ. എന്ത് കൊടുക്കുക? ടൈറ്റിൽ കൊടുക്കുക,
ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ആ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ബോഡിയിലേക്ക് കടക്കുക. ബോഡിയിൽ നിങ്ങളുടെ കോണ്ടന്റ് പക്ക ആയിട്ട് കൊടുക്കുക, കൺക്ലൂഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഒരു പാരഗ്രാഫ് കാണാൻ ഇതുപോലെ ഉണ്ടാവും. നിങ്ങൾ ടൈറ്റിൽ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്താ സിംഗിൾ സ്റ്റോറീസ് സ്റ്റീരിയോ ടൈപ്പിംഗ് കൊണ്ടുവരും എന്നുള്ളത് നമ്മളത് എന്തൊക്കെയാണ് ആ ബുക്കിൽ സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി ചെറിയൊരു ഡീറ്റെയിൽസ് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, ആ ക്യാരക്ടേഴ്സ്, ആ ബുക്കിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രിജുഡിസ്ഡ് ആണ് അല്ലേ. പ്രിജുഡിസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആ മിസ്സിന് അറിയാം, കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്, നമുക്ക് നമ്മുടെ പോർഷൻസ് തീർക്കണ്ടേ. പ്രിജുഡിസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ്, മുൻധാരണ എന്ന് പറയും. ഓക്കെ, ജഡ്ജ്മെന്റ് ഞാൻ എഴുതുന്നില്ല, മറ്റേ നിങ്ങൾ അത് തന്നെ അതേപോലെ ഉണ്ട് പഠിക്കും. പ്രിജുഡിസ്ഡ് ആണ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാവരും പ്രിജുഡിസ്ഡ് ആണ് എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് എന്ത് വരുന്നുണ്ട്, നമുക്കിത് കാണുമ്പോൾ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ നോട്ട് നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് ലൈൻ ബൈ ലൈൻ വായിക്കാനുള്ള ഫുൾ നോട്ട്സ് ഇവിടെ നമ്മുടെ നോട്ട്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ വളരെ കൂളായിട്ട് കാമായിട്ട് ഇരിക്കുക. പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്യുക, നിങ്ങൾ ടൈറ്റിൽ കൊടുക്കുക, ഒരു ഇൻട്രൊഡക്ഷനിലൂടെ നിങ്ങളൊരു ലോജിക്കൽ കണക്ഷൻ വെച്ച് നിങ്ങളുടെ പാരഗ്രാഫ് എഴുതാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ഓടിച്ച് പറഞ്ഞ് ഞാൻ പ്രജിത് മാഷെ വിളിക്കാം. ഓക്കെ, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ പറയാം. യെസ്, നമ്മുടെ പോയട്രി വരാനുണ്ട്. അപ്പോൾ പോയട്രി വിത്ത് അപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്യും, നാളത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മൾ അടിച്ച് കയറ്റാൻ പോവാണ് പോയട്രി വിത്ത് അപ്രിസിയേഷൻ. ഓക്കെ, അപ്പോൾ പോയിട്രി ആൻഡ് അപ്രിസിയേഷൻ്റെ കാര്യം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അത് നാളെ രാവിലെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട്, കുറച്ച് ഫിലോസോഫിക്കൽ ആയതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചാണ്, നാളെ രാവിലെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അടിക്കും പോയിട്രി. ഓക്കെ, അപ്പോൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ ചുമ്മാ അനാവശ്യ ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. അതാണ് ഫസ്റ്റ്. എന്തെങ്കിലുമൊക്കെ വായിൽ വരും ഒരാളെ കാണുമ്പോൾ, അതെല്ലാം ഒന്നും ഒരാളോട് ചോദിക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് നമ്മുടെ ചാപ്റ്ററിലെ മേജർ ഈവൻറ്റ്, അത് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഫോക്കസ് ഓൺ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് സ്കോപ്സ് ഓഫ് ദി ഈവൻറ്റ്. അപ്പോൾ ആ ഈവൻറ്റിൻ്റെ പാസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ പ്രസൻറ്റ് എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, അതിനൊക്കെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് പോവാം. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾക്ക് കുറച്ച് നേരം സംസാരിക്കാൻ മാത്രം വലുപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. മെയിൻ സംഭവം ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച കാര്യത്തെ പതുക്കെ ആൻസർ ഷീറ്റിലേക്ക് കൊണ്ടുവരിക. അവിടെയാണ് മാർക്ക് കിടക്കുന്നത്. ഓക്കെ, ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് പഠിച്ചോ അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വരിക, അതാണ് നിങ്ങൾക്ക് മാർക്ക് തരാൻ പോകുന്നത്. അപ്പോൾ വരുന്ന സംഭവം യുവർ ഫേമസ് സ്പീച്ച്, അതിൽ യു ടോക്ഡ് അബൌട്ട് ഹൗ മച്ച് യു ലവ് റീഡിങ് ബുക്സ്. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ കൊണ്ടുണ്ടായ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് കുറച്ച് പറയാനുണ്ടാവും, അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഇത് 6 മാർക്കിനാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 6 ക്വസ്റ്റ്യൻസ് ചോദിക്കണം. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ആഫ്രിക്കൻ കൾച്ചറിനെ US എത്തിയതിന് ശേഷമാണ് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്, എന്തുകൊണ്ടാണ് അങ്ങനെ, അതിനെ പറ്റിയിട്ട് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമുക്ക് സിംഗിൾ സ്റ്റോറി ഒരു ജനറലൈസ്ഡ് ട്രൂത്ത് ആവുന്നതിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്ന്, അതായത് സിംഗിൾ സ്റ്റോറി കൊണ്ടുവരുന്ന ആ ഒരു പ്രെജുഡിസ് നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? How did you feel when Fide actually made something that you never expected him to make? അല്ലേ, ഫിദെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ അടിച്ച് ആലോചിച്ചിട്ടില്ല, പക്ഷെ അത് ചെയ്ത് പഠിച്ചേക്ക് എന്താണ് തോന്നിയത്? What can be done to make people aware of the real culture of Africa? ആഫ്രിക്കയുടെ റിയൽ കൾച്ചർ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കും? And does it bother you when Africa is painted as a continent filled with hunger and wild animals? അപ്പോൾ വൈൽഡ് ആനിമൽസും വിശപ്പും മാത്രമുള്ളൊരു കോണ്ടിനെൻ്റ് ആയിട്ട് ആഫ്രിക്ക മാറുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, അപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ചില ആക്ടേഴ്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ കണ്ടിട്ട് നമ്മൾ എന്തിനാണ് കാണുന്നതെന്നൊക്കെ നമുക്കും തോന്നിയിട്ടുണ്ട്, അവരെന്തിനാണ് വന്നതെന്ന് അവർക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുക. നമ്മുടെ പ്രൊഫൈലും ക്യാരക്ടർ സ്കെച്ചും പോയിട്രിയും നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് അതായത് നമ്മുടെ രാവിലെയുള്ള നമ്മുടെ മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മൾ പക്ക 6 മണിക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കറക്റ്റ് 6 മണിക്ക് അവിടെ വരിക. ആൻഡ് അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതും പറയും ഇതും പറയും, നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോവും. അപ്പോൾ ഞാൻ പ്രജിത് സാറിനെ വിളിക്കാൻ പോവാണ്, പ്രജിത് സാർ വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് പ്രജിത് മാഷെ വന്നോളൂ, സാറ് പാട്ട് പാടിത്തരും, ഇനി പറ്റുമെങ്കിൽ നമുക്ക് സാറിനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യാം, യെസ് വയറി മോജിട്ട് സാറിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക കേട്ടോ. മിസ്സിൻ്റെ സൗണ്ട് പോയി. സാറിനെ ഇൻവൈറ്റ് ചെയ്യുക. സാർ വരാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും
യെസ്, ഫയർ ഇമോജീസ് വരട്ടെ. ഇതൊന്നും പോരാ, ഫുൾ സ്ട്രെങ്ത്തിൽ വരട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ സർ വരുന്നുണ്ട് ആൻഡ് നമ്മൾ നാളെ രാവിലെ കാണുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം ഓൾ ദ ബെസ്റ്റ് പറയുന്നില്ല. ഓക്കെ. ഹായ് മക്കളെ, എന്തൊക്കെയാണ് അവസ്ഥ? എന്തായടാ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ എടുത്തോ നിങ്ങൾക്ക്? യെസ്, എക്സാമിനേഷന്റെ തലേ ദിവസത്തിലെ ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ടെൻഷനൊന്നും വേണ്ട, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് സെറ്റായിട്ട് പഠിക്കാൻ പോവാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പക്ഷെ അതിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ആ കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. അതിൽ നിന്ന് എന്ത് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും എന്റെ മക്കൾക്ക് ഫുൾ സെറ്റ് നല്ല മാർക്ക് കിട്ടണം. അതിനുവേണ്ടി എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതൊക്കെ നമുക്ക് ചെയ്തു തുടങ്ങാം. സമയം പാഴാക്കാനില്ല, തീരെ സമയം നമുക്ക് പാഴാക്കാനില്ല. നമുക്ക് വേഗം തുടങ്ങാം. എല്ലാവരും തുടങ്ങലടാ? യെസ്, പറയടാ. നിങ്ങളൊക്കെ റെഡി ആണെങ്കിൽ നമുക്ക് വേഗം സെറ്റ് ആക്കിയിട്ട് കാര്യങ്ങൾ തുടങ്ങാം. യെസ്, എന്റെ മക്കളൊക്കെ റെഡിയാണോ? യെസ്, എല്ലാവരും ഫുൾ സെറ്റിലുണ്ട്, ഫുൾ ഫയറിലാണ്. എന്നാ നമുക്ക് തുടങ്ങല്ലേ? ഒരു കമന്റ് ഇടാ. യെസ്, ഒരു ഫയർ ഇമോജി ഇട്ടേ നമുക്ക് തുടങ്ങാം. വേഗം വരട്ടെ. യെസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വളരെ വളരെ സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പോമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആ പോം മറ്റൊന്നുമല്ല, ഞാൻ ഒരുപാട് അതിന് വിശേഷങ്ങൾ തരുന്നില്ല. ബാലഡ് ഓഫ് ഫാദർ ഗിള്ളിഗൻ. അതെ, ബാലഡ് ഓഫ് ഫാദർ ഗിള്ളിഗൻ എന്ന് പറഞ്ഞ പോമാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത്. യെസ്, നിങ്ങൾക്കറിയാം അത് എന്താണ്, നിങ്ങളെ കുറച്ച് കുഴപ്പിക്കാൻ സാധ്യതയൊക്കെ ഉള്ള ഒരു പോമാണ്. പക്ഷെ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഒരുപാട് വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തെയും അതിന് മുമ്പ് കുറച്ച് നമ്മുടെ എന്താ പറയുക ഒരു കോവിഡിന്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതിന് മുമ്പ് നടന്ന എക്സാമിനേഷൻസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് റീഡിംഗ് പോയട്രി, അതായത് നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ ആകുന്ന ഒരു പോയട്രി തന്നിട്ട് ആ പോയട്രിയിലെ കുറച്ച് സ്റ്റാൻസ തരും. ആ സ്റ്റാൻസയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു പോമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ബാലഡ്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ്സ് ബാലഡ് ഓഫ് ഫാദർ ഗിള്ളിഗൻ. അതെ, ഒരു ബാലഡ് ആണ്, ബാലഡ് ഓഫ് ഫാദർ ഗിള്ളിഗൻ. ഫാദർ ഗിള്ളിഗനെ കുറിച്ചുള്ള ബാലഡ് ആണ്. എന്താണ് മക്കളെ ബാലഡ് എന്ന് പറയുന്നത്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ a ballad is a poem that tells a story. ഒരു കഥ പറയുന്ന കവിത. അതെ, ഒരു കഥ പറയുന്ന കവിത, അതിനെ പറയുന്ന പേരാണ് എന്ത് പറയാ, ബാലഡ് എന്ന് പറയാ. യെസ്, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ. നമുക്ക് നിങ്ങൾ പ്രധാനമായും കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. യെസ്, എ poem that tells a story, കഥ പറയുന്ന ഒരു കവിത, അതാണ് എന്ത് ബാലഡ് എന്ന് പറയുന്നത്. പിന്നെ ബാലഡിന്റെ പ്രത്യേകത എന്താണ് മക്കളെ? നിങ്ങൾക്കറിയാം എന്താ ഒരു ബാലഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ബാലഡിന് എന്താ പറയുക 4 ലൈൻ സ്റ്റാൻസാസ് ഉണ്ടായിരിക്കും. അതിനെ പറയുന്ന പേരെന്താണ്? ക്വാട്രെയിൻ എന്നാണ് അറിയപ്പെടുക. എന്താ പറയാ? ക്വാട്രെയിൻ എന്നാണ് അറിയപ്പെടുക. യെസ്, നമുക്ക് പിന്നെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ അപ്രീസിയേഷൻ എഴുതുന്ന സമയത്തൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ ബാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ബാലഡ് ഓഫ് ഫാദർ ഗിള്ളിഗൻ. ബാലഡ് ഓഫ് ഫാദർ ഗിള്ളിഗന്റെ റൈം സ്കീം ഏതാണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ബാലഡ് ഓഫ് ഫാദർ ഗിള്ളിഗന്റെ റൈം സ്കീം മറ്റൊന്നുമല്ല, ABCB എന്നതാണ്. ഏതാണ്? ABCB എന്നത്. നമുക്ക് അതിന്റെ ഓരോ വരികളുടെയും അവസാന ഭാഗത്തുള്ള ഉച്ചാരണം ഏതാണോ ആ ഓരോ ഉച്ചാരണത്തിനും ഒരു പെർട്ടിക്കുലർ ലെറ്റർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യെസ്, അതിന്റെ എന്താണ് നമ്മുടെ റൈം സ്കീം വരുന്നത് ABCB എന്നാണ്. നമുക്കത് ചർച്ച ചെയ്യുന്ന സമയത്ത്, ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാം. ഇനി ആരാണ് ഇത് എഴുതിയത്? യെസ്, ആരാണ് ഇത് എഴുതിയത്? നിങ്ങൾക്ക് കാണാൻ പറ്റും, വില്യം ബട്ട്ലർ യീറ്റ്സ് ആണ് ഇത് എഴുതിയത്. ആരാ മക്കളെ എഴുതിയത്? വേഗം പറയടാ, ആരാ? യെസ്, അതെ, ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ, ഓൾറെഡി ഇതിനകത്ത് തന്നിട്ടുണ്ടല്ലോ. എക്സാം അതിനെ കൊണ്ട് വേഗം സ്ലൈഡ് എടുത്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് എന്റെ മക്കളെ പഠിപ്പിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവാനടാ. അതെ, ആരാ ഇത് എഴുതിയത്? കമന്റ്സ് ഒന്നും ഞാനിപ്പോ വായിക്കുന്നില്ല. അതെ, കമന്റ്സ് ഒന്നും വായിക്കുന്നില്ല. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കി പഠിച്ചിട്ട് മാക്സിമം മാർക്ക് നിങ്ങൾ മേടിക്കണം. അതെ, ഇത് എഴുതിയത് വില്യം ബട്ട്ലർ യീറ്റ്സ് ആണ്. ആരാണ്? വില്യം ബട്ട്ലർ യീറ്റ്സ് ആണ് എഴുതിയിട്ടുള്ളത്. അതെ, വില്യം ബട്ട്ലർ യീറ്റ്സിനെ കുറിച്ച് ജസ്റ്റ് നമുക്ക് വായിച്ചു പോകാം. അതെ, വില്യം ബട്ട്ലർ യീറ്റ്സ് ഈസ് ആൻ ഐറിഷ് പോയറ്റ് ആൻഡ് വൺ ഓഫ് ദ ഫോർമോസ്റ്റ് ഫിഗേഴ്സ് ഓഫ് 20th century ലിറ്ററേച്ചർ. 20ാം നൂറ്റാണ്ടിലെ സാഹിത്യ രംഗത്ത്, ലിറ്ററേച്ചർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള, സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫേമസ് ഫിഗർ ആയിരുന്നു ആര്? നമ്മുടെ വില്യം ബട്ട്ലർ യീറ്റ്സ്. In 1923 he was awarded the Nobel Prize in Literature for his inspired poetry. അദ്ദേഹത്തിന് ഇൻസ്പയർഡ് പോയട്രിക്ക് അദ്ദേഹത്തിന് ഏത് വർഷം 1923 എന്ത് ലഭിച്ചിട്ടുണ്ട്? അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. യീറ്റ്സ് ഈസ് വൺ ഓഫ് ദ ഫ്യൂ റൈറ്റേഴ്സ് ഹു കംപ്ലീറ്റഡ് ഹിസ് ഗ്രേറ്റസ്റ്റ് വർക്ക്സ് ആഫ്റ്റർ ബീങ് അവാർഡഡ് ദ നോബൽ പ്രൈസ് വിച്ച് ഇൻക്ലൂഡ് ദ ടവർ ആൻഡ് ദ വിൻഡിംഗ് സ്റ്റെയർസ് ആൻഡ് അതർ പോയംസ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്നും മാഷ് പറയുന്ന ഒരു കാര്യമാണ്, ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ലെസൺസ് പഠിക്കാനുണ്ട്. ചിലത് എന്തായിരിക്കാം? കഥയായിരിക്കാം, ചിലത് കവിതയായിരിക്കാം, ചിലത് ലേഖനങ്ങളായിരിക്കാം,
ചിലത് പ്ലേസ് ആയിരിക്കാം, നാടകങ്ങളായിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ, അതിനകത്ത് എബൌട്ട് ദി ഓതർ അല്ലെങ്കിൽ എബൌട്ട് ദി പോയറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരിക്കും. എന്റെ മക്കൾ അത് വായിക്കണം. അത് വായിച്ചിട്ട് അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കണം. അത് സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, നിങ്ങൾക്ക് പ്രൊഫൈൽ റൈറ്റിംഗിന് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ ഈ പ്രൊഫൈൽ റൈറ്റിംഗ് ഏതായിരിക്കാടാ? യെസ്, ഒരു പക്ഷേ പ്രൊഫൈൽ റൈറ്റിംഗ് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കഥയുടെയോ അല്ലെങ്കിൽ കവിതയുടെയോ അത് എഴുതിയ ആളുടെ തന്നെ ആയിരിക്കാം പ്രൊഫൈൽ റൈറ്റിംഗ്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടും എക്സാമിനേഷൻസിന് പോകുന്നതിന് മുമ്പ് ഉറപ്പിച്ചോളണം എന്താണ് എബൌട്ട് ദ പോയറ്റ്, എബൌട്ട് ദി ഓതർ എന്ന് പറഞ്ഞ ഭാഗം വായിച്ചിരിക്കണം. എന്റെ മക്കളെ, വായിച്ചിരിക്കണം. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ശരിക്കും വായിക്കുക. അതിനുശേഷം നമുക്ക് വേഗം കുറച്ച് കുഴപ്പിക്കുന്ന ഒരു പോയട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ വരികളെല്ലാം ലൈൻ ബൈ ലൈൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് സെറ്റ് ആക്കി പോകാം. നമുക്ക് റെഡി അല്ലേ? യെസ്, എല്ലാവരും റെഡിയാണ്, എല്ലാവരും ഓൺ ഫയർ, എല്ലാവരും ഉഷാറായിട്ട് ക്ലാസ്സിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ വരികളിലേക്ക് പോകാം. ആദ്യത്തെ സ്റ്റാൻസയിൽ പറയുന്ന കാര്യം എന്താണ്? യെസ്, the old priest Peter Gilligan was weary night and day, for half his flock were in their beds or under green swords lay. അതാ നിങ്ങൾ നോക്കൂ, എന്താ കാണുന്നത്? The old priest Peter Gilligan was weary night and day, for half his flock were in their beds or under green swords lay. അവിടെ ആ സ്റ്റാൻസ ക്ലിയർലി depicts whom, ആരെയാണ്? The old priest. What is his name? Peter Gilligan. അപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രൊട്ടഗണിസ്റ്റ് ആരാണ്? അതെ, പീറ്റർ ഗില്ലിഗൻ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റ് ആണ്. അദ്ദേഹത്തെ എങ്ങനെയുണ്ട് കാണാൻ എന്നാണ് ഇതിനകത്ത് വിവരിക്കുന്നത്. അത് വായിച്ചേക്കാം. കാരണം എന്താണ്? നിങ്ങൾ അത് വായിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ചിലപ്പോൾ റീഡിംഗ് കോംപ്രഹെൻഷന്റെ ആ ക്വസ്റ്റ്യൻസ് വന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നോക്ക് മക്കളെ, എന്താണ്? ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. അതെ, ഓൾഡ് ആണ്. പ്രീസ്റ്റ് എങ്ങനത്താണ്? വാട്ട് ടൈപ്പ് ഓഫ് എ പ്രീസ്റ്റ്? ഹി ഈസ് എൻ ഓൾഡ് പ്രീസ്റ്റ്. കുറച്ച് പ്രായം ചെന്ന പ്രീസ്റ്റ് ആണ്. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ വാസ് വെറി നൈറ്റ് ആൻഡ് ഡേ. അതെ, അദ്ദേഹം എന്താണ്? യെസ്, ദ ഓൾഡ് പ്രീസ്റ്റ് വാസ് വെറി നൈറ്റ് ആൻഡ് ഡേ എന്നാണ് പറഞ്ഞത്. എന്താ വെറി നൈറ്റ് ആൻഡ് ഡേ എന്ന് പറഞ്ഞാൽ? വെറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹി ഈസ് ടയേർഡ്. He was tired night and day. രാവും പകലും ഒക്കെ അദ്ദേഹം ക്ഷീണിതനാണ്. അപ്പം why he was tired? For half his flock were in their beds or under green swords lay. And what was the reason? The reason was simple. Because എന്താണ്? The reason was simple. For half his flock were in their beds. റീസൺ എന്താണ്? ഫോർ ഹാഫ് ഹിസ് ഫ്ലോക്ക്. അദ്ദേഹത്തിന്റെ ഫ്ലോക്ക്. എന്താ ഫ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇടവകയിലെ കുഞ്ഞാടുകൾ, പാരിഷ് മെമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയാ? ഫ്ലോക്ക് എന്ന് പറയാ. അതെ, തന്റെ കുഞ്ഞാടുകളെല്ലാം തന്നെ, തന്റെ ഇടവകയിലെ ആളുകളെല്ലാം തന്നെ എന്താണ്? were in their beds. ഒന്നുകിൽ അവരെന്താണ്? ബെഡിലാണ്. അവര് ബെഡിലാണ് എന്ന് പറഞ്ഞാൽ അവർ കിടപ്പിലായിട്ടുണ്ട്. ഓർ അണ്ടർ ഗ്രീൻ സോർട്സിലെ, അല്ലെങ്കിൽ അവരെന്താണ്? അല്ലെങ്കിൽ അവര് മണ്ണിനടിയിലായിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എത്രയേ ഉള്ളൂ. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ, he was weary night and day and night he was weary. കാരണം എന്താണ്? because half his flock were in their beds or under green swords lay. അദ്ദേഹത്തിന്റെ ഇടവകയിലെ പകുതി മെമ്പേഴ്സും ഒന്നുകിൽ അവര് കിടപ്പിലായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു? അല്ലെങ്കിൽ അവര് മണ്ണിനടിയിലായിരുന്നു. ഇതിന് കാരണം എന്താണ്? മേ ബി അവിടെ എന്തോ ഒരു പാൻഡമിക് വന്നിട്ടുണ്ടായിരിക്കാം. നമുക്ക് കോവിഡ് ഒക്കെ വന്ന പോലെ എന്തോ ഒരു പാൻഡമിക് അവിടെ വന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പ്രശ്നം വരാൻ കാരണം. അപ്പൊ ഈ ഒരു സ്റ്റാൻസയിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അലിറ്ററേഷൻസ് ഉണ്ട്. എന്താ അലിറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് അലിറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു വരിയിൽ തന്നെ അടുത്തടുത്ത വാക്കുകളുടെ ആദ്യാക്ഷരങ്ങൾ, അത് കോൺസണന്റ് സൗണ്ട്സ് ആയിരിക്കും, അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അലിറ്ററേഷൻ എന്ന് പറയുക. ചിലപ്പോൾ ചോദിക്കേണ്ടാവും, പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് അലിറ്ററേഷൻ ഫ്രം ദ ലൈൻസ്. ഈ വരികളിൽ നിന്നും അലിറ്ററേഷൻ ഒരു എക്സാമ്പിൾ എഴുതി കാണിക്കാൻ എന്റെ മക്കളോട് പറയുകയുണ്ടാവും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പുഷ്പം പോലെ എഴുതി കാണിക്കണം. അതിനാദ്യം വേഗം ശ്രദ്ധിക്കുക. യെസ്, എന്താണെടാ? നോക്കൂ, എന്താ അവിടെ പറയുന്നത്? ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. ഇവിടെ പി എന്ന് പറഞ്ഞ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ അത് എന്തിന് എക്സാമ്പിൾ ആണ്? അത് അലിറ്ററേഷൻ എക്സാമ്പിൾ ആണ് മക്കളെ. എന്തിന് എക്സാമ്പിൾ ആണ്? അലിറ്ററേഷൻ എക്സാമ്പിൾ ആണ്. മറ്റൊന്ന് എന്താണ്? വാസ് വെറി. എന്താ പറയുന്നത്? വാസ് വെറി എന്ന് പറയുന്നു. വാസ് രണ്ടാമത്തെ വരിയിനകത്ത്, രണ്ടാമത്തെ ലൈനിനകത്ത് വാസ് വെറി. ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. ഒരേ ലൈനിന്റെ അകത്ത് തന്നെയാണ്, അടുത്തടുത്താണ്, ആദ്യാക്ഷരമാണ്, കോൺസണന്റ് ആണ്. അങ്ങനെയാണോ? അതെന്താണ്? അത് അലിറ്ററേഷൻ ആണ്. നിങ്ങൾ ഓർത്ത് വെച്ചേക്ക. വാസ് വെറി റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ് വരുന്നത്? ഫോർ ഫ്ലോക്ക്. ഫോർ ഹാഫ് ഹിസ് ഫ്ലോക്ക്.
ഫോർ ഫ്ലോക്ക്. എഫ് എഫ് എന്ന് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു. എഫ് എഫ് എന്ന് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അത് എന്താണ്? യെസ്, അതും അലിറ്ററേഷൻ ആണ്. അപ്പൊ ഇവിടെ ഈ ലൈനിൽ തന്നെ അലിറ്ററേഷന് കുറെ എക്സാമ്പിൾസ് ഉണ്ട്. എന്റെ മക്കളെ ശ്രദ്ധിച്ചോ. ഇനി അടുത്തതായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിന് റൈം സ്കീം ഉണ്ട് എന്ന്. എന്താ ഇതിന്റെ റൈം സ്കീം നിങ്ങളോട് പറഞ്ഞത്? ABCB ആണ് റൈം സ്കീം. അപ്പൊ നമ്മൾ വെറുതെ ബൈഹാർട്ട് പഠിച്ചാൽ പോരാ. എന്താണ്? ABCB ആണ് റൈം സ്കീം എന്ന്. എന്തുകൊണ്ട് അത് അങ്ങനെ വന്നു എന്ന് നമ്മൾ പഠിക്കണം. നോക്കാം നിങ്ങള്. ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ, ഈ സൗണ്ടിന് എൻ എന്ന് അവസാനിക്കുന്ന സൗണ്ട്. അപ്പൊ ഈ സൗണ്ട് നമ്മൾ എ എന്ന് കൊടുക്കുന്നു. 2 വാസ് വെരി നൈറ്റ് ആൻഡ് ഡേ, ഡേ വൈ, ഈ സൗണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? ബി എന്ന് കൊടുക്കുന്നു. ദെൻ ഫോർ ഹാഫ് ഈസ് ഫ്ലോക്ക് were in their beds, ബെഡ്സ്. അപ്പം എന്താണ്? ഇത് രണ്ടുമല്ല, മറ്റൊരു സൗണ്ട് ആണ് എസ് എന്ന സൗണ്ട്. അതിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? സി എന്ന് കൊടുക്കുന്നു. ദെൻ പിന്നെ എന്താ സംഭവിക്കുന്നത്? അതേടാ മക്കളെ, യെസ് അതെ. അടുത്തത് എന്താ വരുന്നത്? ഡേ എന്ന് പറഞ്ഞ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോടാ? പറയ്. യെസ്, അതെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നു? ബി എന്ന് കൊടുക്കുന്നു. അപ്പൊ കറക്റ്റ് ആയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ അതേ റൈം സ്കീം ഇവിടെ വന്നിട്ടില്ലേ? എന്താണ് റൈം സ്കീം എന്ന് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത്? ABCB ആണ്. ഇവിടെയും ABCB വന്നോ? വെറുതെ പറഞ്ഞതല്ല, അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. സ്ട്രക്ചർ മനസ്സിലാക്കണം. സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പോയമല്ല ഏത് പോയത്തിന്റെ ആയാലും ശരി നിങ്ങൾക്ക് റൈം സ്കീം എഴുതാൻ പറ്റും. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പൊ ഈ സ്റ്റാൻസ മനസ്സിലായല്ലോ? യെസ്, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത എന്താ പറയുന്നത്? Once while he nodded in a chair at the mouth hour of the eve, another poor man sent for him and he began to grieve. എന്താണ് ഈ വരികളിൽ പറയുന്നത്? വൺസ്, ഒരിക്കൽ, while he nodded in a chair. എന്താ nodded in a chair എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ചെയറിൽ ഇരുന്ന് ഇങ്ങനെ മുന്നോട്ടും പിറകോട്ടും തലയൊക്കെ ആട്ടുന്നുണ്ട്. എപ്പോഴാണ് ഈ തല ഇങ്ങനെ മുന്നോട്ടും പിറകോട്ടും ഒക്കെ ആട്ടുക? ഒന്നുകിൽ ഉറക്കം വരുമ്പോഴേ ഇരിക്കും, വളരെ ടയേർഡ് ആവുന്ന സമയത്തായിരിക്കും. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരിക്കല് എവിടെ? അതെ, ചെയറിൽ ഇരുന്നു കൊണ്ട് മുന്നോട്ടും പിറകോട്ടും ഇങ്ങനെ തല ആട്ടി കളിക്കുകയാണ്. Once while he nodded in a chair at the mouth hour of the eve. സമയം എപ്പോഴാണ്? at the mouth hour of the eve. mouth hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡാർക്ക് ഓർ ട്വിലൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. മൗത്ത് അവർ സിമ്പിൾ ആയിട്ട് പറയാം. ഓരോ ദിവസം 2 മൗത്ത് അവർ ഉണ്ടായിരിക്കും എന്റെ മക്കളെ. ഒരു ദിവസം 2 മൗത്ത് അവർ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, സന്ധ്യാസമയം എന്ന് പറയും. സായം സന്ധ്യയും ഉണ്ടാകും, പ്രഭാത സന്ധ്യയും ഉണ്ടാകും. അതായത് ഒന്നുകിൽ രാത്രി പകലാകുക അല്ലെങ്കിൽ പകൽ രാത്രിയാകുക. ഈ സമയത്ത് നമ്മൾ എന്ത് പറയുക? സന്ധ്യാസമയം എന്ന് പറയുക. അപ്പൊ ഇവിടെ നമ്മൾ മൗത്ത് അവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സമയമാണ്. ഈ സമയത്താണ് മൗത്തൊക്കെ ഉണ്ടാവുക. ഒരുപാട് പ്രാണികൾ ഉണ്ടായിരിക്കും ആ സമയത്ത്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ മൗത്ത് അവർ. അപ്പം once while he nodded in a chair at the mouth hour of the eve. എപ്പോഴാണ്? അതെ, mouth hour of the eve ആണ്. mouth hour of the eve, ഏകദേശം വൈകുന്നേരം സന്ധ്യാസമയത്ത് അദ്ദേഹം ആ ചെയറിനകത്ത് ഇങ്ങനെ ഇരുന്ന് തലയൊക്കെ ആട്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് another poor man sent for him. അതെ, another poor man sent for him. മറ്റൊരാള്, another poor man sent for him. അദ്ദേഹത്തിനെ വിളിക്കാനായിട്ട് മറ്റൊരാൾ വന്നു. And he began to grieve. അന്നപ്പോഴേക്കും അദ്ദേഹം ആകെ ഗ്രീവ് ചെയ്യാൻ തുടങ്ങി. എന്താ ഗ്രീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സ്പ്രസ് സോറോ. അദ്ദേഹം ആ സോറോ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം സങ്കടം അങ്ങനെ എക്സ്പ്രസ് ചെയ്തു പോയി. അതായത് ആകെ ക്ഷീണിതനായിട്ട് ഒരു ദിവസം വൈകുന്നേരം ആ കിടക്കയിലല്ല, ആ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങുന്ന ക്ഷീണിതനായിരിക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് നിങ്ങളെ വീണ്ടും വിളിക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ വരികയാളാ. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് വരും? ഭ്രാന്ത് പിടിക്കൂലേ? അങ്ങനെ ഇദ്ദേഹത്തിന് സംഭവിച്ച കാര്യം എത്രയേ ഉള്ളൂ? He began to grieve. മക്കളെ, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതാണ്. നമുക്കത് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കി പോവാം. നമ്മൾ ഒരു നല്ല സ്വിംഗിൽ വന്നായിരുന്നു അല്ലെ? ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? യെസ്, അപ്പൊ നമ്മൾ ഈ ലൈനിൽ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ ഗ്രീവ് ചെയ്യാൻ തുടങ്ങി. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഈ സെൻസയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? യെസ്. പിന്നെന്താ നോക്കുന്നത്? അപ്പൊ അദ്ദേഹം പറയാണ്, എന്താ പറയുന്നത്? I have no rest nor joy nor peace, for people die and die, and after cried he, God forgive, my body spake, not I. അതെ, അദ്ദേഹം എന്താ പറഞ്ഞത്? യെസ്, I have no rest nor joy nor peace, for people die and die. അതെ, and after cried he, God forgive, my body spake, not I. അതെ, നമുക്ക് നോക്കാം എന്താ പറഞ്ഞ അദ്ദേഹം. I have no rest, എനിക്ക് റെസ്റ്റ് ഇല്ല. I have nor joy, എന്തില്ല? സന്തോഷമില്ല. nor peace, സമാധാനം ഇല്ല. കാരണം എന്താണ്? പാരിഷൽ മെമ്പേഴ്സ് ഒക്കെ ഒന്നുകിൽ കിടപ്പിലാണ്, അല്ലെങ്കിൽ
എന്താണ് പറയാ മരിച്ചു പോയിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് എന്താ വരിക, ബിസി ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് ഒരുപാട് റിലീജിയസ് ഡ്യൂട്ടീസ് ചെയ്യാനുണ്ടായിരിക്കും അല്ലെ. അങ്ങനെ I have no rest nor joy nor peace, for people die and die, and after cried he, God forgive my body spake, not I. ദൈവമേ ക്ഷമിക്കണേ, my body spake. എന്റെ ശരീരമാണ് എന്നെ കൊണ്ട് എങ്ങനെ പറയിപ്പിച്ചത്, I have no rest nor joy nor peace എന്ന് പറയിപ്പിച്ചത് എന്റെ ശരീരമാണ്. And after cried he, God forgive my body spake, not I. ഞാനല്ല, എന്റെ മനസ്സല്ല, എന്റെ ശരീരമാകെ ടയേർഡാണ്. പ്രായമായില്ലേ, അതുകൊണ്ട് ശരീരമാകെ ടയേർഡാണ്. ആ ശരീരമാണ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഫാദർ ഗിള്ളിഗൻ പറഞ്ഞു. ഈ വരികൾ നിങ്ങൾ നോക്കുക. ഈ വരികളിലെ അലിറ്ററേഷനും എസോനൻസും ഒക്കെ തന്നെ ഉണ്ട്. ഒരേ എക്സാമ്പിൾസ് നമുക്ക് അലിറ്ററേഷൻ ആയിട്ട് ഉപയോഗിക്കാം, എസോനൻസ് ആയിട്ട് ഉപയോഗിക്കാം. അതായത് അടുത്തടുത്ത വരികളിൽ ആദ്യത്തെ അക്ഷരം, ആദ്യത്തെ കോൺസണന്റ് അടുത്തടുത്ത വരികളിൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരേ വരിയിൽ തന്നെ അടുത്തടുത്ത വാക്കുകൾ കോൺസണന്റ് സൗണ്ട്സ് ആവുകയും അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത് പറയാ, അലിറ്ററേഷൻ എന്നറിയാം. അതേസമയം ഒരു നിശ്ചിത ഇന്റർവെൽ ഒരേ വരിയിൽ തന്നെ വവൽ സൗണ്ട് സെന്റർ തന്നെ ആവണമെന്നില്ല, റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത് പറയുക, എസോനൻസ് എന്ന് പറയാം. എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കൂ. യെസ്, നോ റെസ്റ്റ് നോർ ജോയ് നോർ പീസ്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഈ നോ റെസ്റ്റ് നോർ ജോയ് നോർ പീസ് എന്ന് പറയുന്ന ഈ സംഭവം അത് എന്തിന് രണ്ടിനും എക്സാമ്പിൾ ആണ്? യെസ്, ഇറ്റ് ഈസ് അലിറ്ററേഷനും എക്സാമ്പിൾ ആണ്, എസോനൻസിനും എക്സാമ്പിൾ ആണ്. കാരണം എന്താ, ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. എൻ 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 എന്ന സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു. ഈ എൻ 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 എന്ന സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് നമുക്ക് പറയാം ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് അലിറ്ററേഷൻ. ദെൻ അടുത്ത എന്താ പറയുന്നത്, അതേപോലെ തന്നെ ഇവിടെ അസനൻസ് ആവാൻ കാരണം ഓ ഓ ഓ ഓ, ഈ ഓ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിന് അതെന്താന്ന് പറയാം, എസോനൻസ് ആവും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്, ഡൈ ആൻഡ് ഡൈ. ഇതിലും ഡി റിപ്പീറ്റ് ചെയ്യുന്നു, ഇവിടെയും ഡി റിപ്പീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് എന്തിന് എക്സാമ്പിൾ ആണ്, അലിറ്ററേഷൻ എക്സാമ്പിൾ ആണ്. അതേസമയം ഇവിടെ ഈ സൗണ്ട്സും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് എന്തിന് എക്സാമ്പിൾ ആണ്, എസോനൻസിന് എക്സാമ്പിൾ ആണ്. അതുകൊണ്ട് മക്കളെ ഈ സാധനങ്ങൾ ഏതാണ്, നോർ നോർ ജോയ്, നോ നോർ നോർ, ഡൈ ഡൈ, ഇവ രണ്ടും അലിറ്ററേഷനും എക്സാമ്പിൾ ആണ്, എസോനൻസിനും എക്സാമ്പിൾ ആണ്. നോട്ട് ചെയ്തല്ലോ. പിന്നെ ഈ വരികളിൽ ഈ സ്റ്റെൻസയിലുള്ള മറ്റൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് റെപ്പിറ്റേഷൻ എന്നറിയപ്പെടുന്നത്. ഡൈ ആൻഡ് ഡൈ ഒരേ വരി തന്നെ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ഒരു പോയത്തിനകത്ത് നമുക്ക് എന്താ പറയാ, ഒരു ലൈനിൽ തന്നെ ഒരേ വാക്ക് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത് പറയുക, റെപ്പിറ്റേഷൻ എന്നാ പറയാ. എന്താ പറയാ, റെപ്പിറ്റേഷൻ എന്ന് പറയും. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത സ്റ്റെൻസയിലേക്ക് പോകാം. അടുത്ത സ്റ്റെൻസ് എന്താ പറയുന്നത്, he knelt and leaning on the chair, he prayed and fell asleep, and the moth hour went from the fields, and stars began to peep. അതെ മക്കളെ, ഒന്നും വിചാരിക്കരുത് നമുക്കിതൊന്ന് തീർക്കണം, ഇത് തീർക്കല്ല, നിവൃത്തിയില്ല, അതുകൊണ്ട് കുറച്ച് സ്പീഡ് പോവാണ്. എന്റെ മക്കളെ കമന്റ് ഇപ്പൊ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ നോക്കിയിട്ടാ. കമന്റ് ഒക്കെ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം, ഉഷാറാക്കാം. ഇനിയുള്ള ക്ലാസ്സുകൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, he knelt and leaning on the chair. അദ്ദേഹം എന്താ ചെയ്തത്, ഇങ്ങനെ പറഞ്ഞു പോയ ശേഷം അദ്ദേഹം മുട്ടുകുത്തി. he knelt and leaning on the chair. എവിടെയാണ്, ആ ചെയറില് അദ്ദേഹം ലീൻ ചെയ്തു. he prayed and fell asleep. അതിനുശേഷം അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് അദ്ദേഹം അങ്ങോട്ട് ഉറങ്ങിപ്പോയി. and the moth hour went from the fields. ആ moth hour അത് ആ ഫീൽഡ്സിന്റെ അകത്ത് ഇങ്ങനെ അങ്ങോട്ട് പോയി, അതായത് സമയം ഇങ്ങനെ നീങ്ങി എന്നാണ് പറയുന്നത്. ആൻഡ് സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്. സന്ധ്യാസമയം കഴിഞ്ഞു, കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ എത്തി നോക്കാൻ തുടങ്ങി. ബിഗാൻ ടു പീപ്പ് എന്നാ പറഞ്ഞത്. പീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലുക്ക് സീക്രറ്റ്ലി, വളരെ രഹസ്യമായിട്ട് ഇങ്ങനെ പുറമേക്ക് നോക്കാൻ തുടങ്ങി. ആകാശത്ത് ഇങ്ങനെ നക്ഷത്രങ്ങൾ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ എന്താ സംഭവിക്കുന്ന രീതിയിൽ എത്തി നോക്കാൻ തുടങ്ങി. അപ്പൊ ക്ലിയർ ആണല്ലോ. ആൻഡ് പ്രേഡ് and the moth hour went from the field and stars began to peep. അപ്പൊ മനസ്സിലായല്ലോ. ഇതിനകത്ത് he knelt and leaning on the chair, he prayed and fell asleep, and the moth hour went from the fields and stars began to peep എന്നാണ് പറയുന്നത്. അപ്പൊ മക്കളെ ഇവിടെ ഈ എന്താണ്, stars began to peep എന്ന് പറയുന്നുണ്ട്. ഇവിടെ stars began to peep എന്ന് പറയുന്നത് ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഏതാണ്, പേഴ്സണിഫിക്കേഷൻ ആണ്. അതായത് പേഴ്സണിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ, ഒരു വ്യക്തിയുടെ ആട്രിബ്യൂട്ട്സ് അതല്ലാത്ത ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വസ്തുവിനോ ഒരു ആനിമലിനോ ഒക്കെ നമ്മൾ അല്ലെങ്കിൽ വേറെ
എന്തെങ്കിലും ഒരു വസ്തുവിനോ മറ്റോ അത് എന്താണ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു പേഴ്സൺ ചെയ്യുന്ന കാര്യങ്ങൾ, ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് മറ്റൊരാളുടെ പേരിൽ, മറ്റൊരു വസ്തുവിന്റെ മുകളിലോ മറ്റു ജീവിയുടെ മുകളിലോ മറ്റൊരു അവസ്ഥയുടെ മുകളിലോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? പേഴ്സോണിഫിക്കേഷൻ എന്നറിയപ്പെടും. ഇവിടെ സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്. സ്റ്റാർസ് ഇങ്ങനെ എത്തി നോക്കുവോ? നമ്മൾ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കുവോ? ഇല്ല. പക്ഷെ അവിടെ സ്റ്റാർസ് പീപ്പ് ചെയ്യാണ് എന്ന് നമ്മൾ അവിടെ ഒന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ് എന്നുള്ളത് എന്തൊരു എക്സാമ്പിൾ ആണ്? യെസ്, അത് പേഴ്സണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. മറ്റൊന്ന് എന്താ വരുന്നത്? അലിറ്ററേഷൻ ആണ്. എന്താണ് മക്കളെ? അലിറ്ററേഷൻ ഉണ്ട്. ഞാൻ കൂടുതൽ അലിറ്ററേഷനെ പറ്റി പറയുന്നില്ല, നിങ്ങൾ തന്നെ പറയടാ, ഏതാണ് ഇതിനകത്തുള്ള അലിറ്ററേഷൻ? ഏതെങ്കിലും വരിയിൽ അടുത്തടുത്ത വാക്കുകൾ അല്ലെങ്കിൽ തൊട്ടടുത്ത് അല്ലെങ്കിൽ നിശ്ചിത ഇടവേളയിൽ വാക്കുകൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരേ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? പറയടാ, പറയ്, വേഗം പറയ്. യെസ്, അതെ ഉണ്ട്. അതെ, യു ആർ റൈറ്റ്. ഫ്രം ഫീൽഡ്സ്. അതെ, ഫ്രം ഫീൽഡ്സ് ആണ് നമ്മൾ എന്തിന് എക്സാമ്പിൾ? അലിറ്ററേഷന് എക്സാമ്പിൾ വരുന്നത്. ക്ലിയർ അല്ലേ? Then അടുത്ത വരിയിലേക്ക് പോകാം. They slowly into millions grew and leaves shook in the wind and God covered the world with a shade and whispered to mankind. They slowly into millions grew. അങ്ങനെ എത്തി നോക്കിയ നക്ഷത്രങ്ങൾ മില്യൺസ് ആയിട്ട് മാറി. They slowly പതുക്കെ into millions, അതെ മില്യൺസ് ആയിട്ട് മാറി. And leaves shook in the wind. രാത്രി ആയപ്പോഴത്തേക്ക് leaves എന്ന് പറഞ്ഞ ഇലകൾ shook in the wind, ഇളം കാറ്റിൽ ഇങ്ങനെ ഇലകൾ ആടാൻ തുടങ്ങി. And God covered the world with shade. ദൈവം എന്ത് ചെയ്യാൻ തുടങ്ങി? God covered the world, ആ ലോകത്തെ മൊത്തം ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിഴല് കൊണ്ട്. ആ ഷെയ്ഡ് കൊണ്ട് എന്ത് ചെയ്യാൻ? കവർ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ദൈവം ഷെയ്ഡ് കൊണ്ട് കവർ ചെയ്യുന്നത് കൊണ്ടാണ് രാത്രി ഇങ്ങനെ ഇരുട്ടുണ്ടാവുന്നത് എന്നാ പറയുന്നത്. അപ്പം and God covered the world with a shade and whispered to mankind. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനോട് ഇങ്ങനെ എന്തൊക്കെയോ മന്ത്രിക്കാൻ തുടങ്ങി. രാത്രി ആവുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാല് എന്താ പറയുക, ഇളം കാറ്റിൽ ഇങ്ങനെ ശബ്ദമുണ്ട്. ആ ശബ്ദം, ഇളം കാറ്റിൽ ഇങ്ങനെ ഇലകളൊക്കെ ആടുന്നത് കേൾക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ശബ്ദം ദൈവം നമ്മളോട് എന്തോ പറയാണ് എന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം നോക്കാം നിങ്ങൾ. They slowly into millions grew and leaves shook in the wind and God covered the world with a shade and whispered to mankind. അതെ, whispered to mankind, മാനവരാശിയോടായിട്ട് ദൈവം എന്തോ പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ ഈ വരികളിൽ നമുക്കൊരു പ്രധാനപ്പെട്ട ഫിഗർ ഓഫ് സ്പീച്ച് പഠിക്കാനുണ്ട്. അതിനെ പറയുന്ന അനഫോറ എന്നാ പറയാ. അനഫോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻസയിൽ അടുത്തടുത്ത ലൈൻസിൽ, ഒരേ വരിയിലല്ല അടുത്തടുത്ത ലൈൻസിൽ ഒരേ വാക്കോ ഒരു ക്ലോസോ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു വാക്കോ വാക്യാംശമോ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അനഫോറ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ അനഫോറ അത് മറ്റേ റിപ്പീറ്റേഷൻ ആണ്. റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരിയിൽ തന്നെ ഒരേ വാക്ക് റിപ്പീറ്റ് ചെയ്യണം, അതിനെ പറയുന്ന പേര് റിപ്പീറ്റേഷൻ. ഇവിടെ അടുത്തടുത്ത വരികളിൽ, ഒരേ വരിയിലാണ് നേരത്തെ പറഞ്ഞത്, ഇത് അടുത്തടുത്ത വരികളിൽ ഒരു ക്ലോസ് അല്ലെങ്കിൽ ഒരു വേർഡ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അനഫോറ എന്നുള്ളത്. അപ്പൊ അനഫോറയ്ക്ക് എക്സാമ്പിൾ ഉണ്ട് ഇവിടെ. എന്താണ്? Yes, the repetition of the same word or phrase at the beginning of successive lines. Anaphora ഉണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ ഏതാണ്? and അതെ, 3 വരികളിൽ ഈ ആൻഡ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് എന്തിന് എക്സാമ്പിൾ ആണ് എന്റെ മക്കളെ? യെസ്, അത് അനഫോറയ്ക്ക് എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ leaves shook in the wind എന്ന് അവിടെ പറയുന്നു. leaves shook in the wind എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റും. എന്താണ്? leaves, ഇലകൾ, shook in the wind, ആ വിൻഡിൽ ഇങ്ങനെ ആടുന്നത്. അപ്പൊ നമുക്ക് ആ ഏതെങ്കിലും ഒരു വരി വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 5 സെൻസസിൽ ഏതെങ്കിലും ഒരു സെൻസിനെ എവോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇമേജസിനെ പറയുന്ന പേരാണ് എന്ത് പറയാ? അതാണ് ഇമേജസ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ഇമേജസിനും ഓരോ പേരുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഈ ലീവ് ഷൂക്ക് ഇൻ ദ വിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത് ഇങ്ങനെ മനസ്സിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ലീവ് ഷൂക്ക് ഇൻ ദ വിൻ ആ മനസ്സിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ കാണുക മാത്രമല്ല, ആ ശബ്ദം നമുക്ക് ഇങ്ങനെ കേൾക്കാനും പറ്റും. അതുകൊണ്ട് അത് വിഷ്വൽ ഇമേജുമാണ്. എന്താണ്? ഓഡിറ്ററി ഇമേജുമാണ്. ക്ലിയർ ആണല്ലോടാ? യെസ്, ഇനി നമുക്ക് അടുത്ത വരിയിലേക്ക് പോകാം. Upon the time of sparrow chirp, when the moth came once more, the old priest Peter Gilligan stood upright on the floor. അപ്പൊ അങ്ങനെ upon the time of sparrow chirp, നേരത്തെ അദ്ദേഹം കിടക്കുന്ന സമയം വൈകുന്നേരം സന്ധ്യാസമയത്തായിരുന്നു. സമയം മുന്നോട്ട് പോയി. ഇപ്പൊ എപ്പോഴെത്തി? upon the time of the sparrow chirp, when the moths came once more. വീണ്ടും മോത്സ് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ദിവസം 2 സന്ധ്യാസമയം ഉണ്ടാവും. എന്താണ്? സായം സന്ധ്യയും ഉണ്ടാവും, പ്രഭാത സന്ധ്യയും ഉണ്ടാവും. അപ്പൊ വൈകുന്നേരത്തെ സായം സന്ധ്യയിലാണ് അദ്ദേഹം നേരത്തെ ഇരുന്നത്. അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. സമയം മുന്നോട്ട് പോയി. ഇപ്പൊ എന്നെത്തിയിട്ടുണ്ട്? സ്പാരോ ചിർപ്പ് ടൈം ആയിട്ടുണ്ട്. അതായത് പ്രഭാത സന്ധ്യ ആവാനായിട്ടുണ്ട്. നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റിട്ടുണ്ടോടാ? അങ്ങനെ അതിരാവിലെ നാളെ എഴുന്നേൽക്കണം. നാളെ നമുക്ക് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ട്. ആ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ശബ്ദം കേൾക്കും. അതേ ശബ്ദമാണ് ഇവിടെ അന്ന് ആര് കേട്ടത്? നമ്മുടെ
നമ്മുടെ ഗില്ലിഗൻ കേട്ടത് അതാണ്. upon the time of the sparrow chirp, when the mouse came once more, the old priest Peter Gilligan stood upright on the floor. ആ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റു. and he stood upright on the floor. ആ ഫ്ലോറിൽ അദ്ദേഹം ഇങ്ങനെ നേരെ നിന്നു. ക്ലിയർ ആണല്ലോ? സ്പാരോ ചേർപ്പ് എന്ന് പറയുമ്പം ആ ശബ്ദം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ശബ്ദം നമുക്ക് ഇങ്ങനെ നമ്മുടെ ചെവികളിൽ മുഴങ്ങും. അതുകൊണ്ട് അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഓഡിറ്ററി ഇമേജിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്തതിലേക്ക് പോകാം. Mavron, Mavron, the man has died. While I slept in the chair, he rose his horse out of its sleep and rode with little care എന്നാണ് പറയുന്നത്. Mavron, 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 Mavron എന്ന് പറഞ്ഞാൽ അദ്ദേഹം സോറോണ്ട് ഹലാസ് ഹലാസ് ഹോ 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 എന്ന് പറയില്ലേ? Mavron, Mavron, the man has died. ആ മനുഷ്യൻ ആർക്കോ വേണ്ടി, ആരുടെയോ അന്ത്യകൂദാശ നൽകാനായിട്ടാണ് നേരത്തെ ഒരാൾ അദ്ദേഹത്തിന് വിളിച്ചത്, ആരോ അങ്ങോട്ട് അയച്ചത്. അപ്പൊ അതിങ്ങനെ വിലപിച്ചിട്ട് അദ്ദേഹം കിടന്നുപോയത്. അപ്പം ആ മനുഷ്യനെ കുറിച്ചിട്ട് ഇദ്ദേഹം ആലോചിക്കുകയാണ്. അദ്ദേഹം പറയാണ്, Mavron, Mavron, the man has died. ആ മനുഷ്യൻ മരിച്ചിട്ടുണ്ടാകും. While I slept in the chair, ഞാൻ ആ ചെയറിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത്, he roused his horse out of his sleep. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അദ്ദേഹത്തിന്റെ കുതിരയെ ഉറക്കത്തിൽ നിന്നും തട്ടി ഉണർത്തി വിളിച്ചു. എന്നിട്ടാ and rode with little care. with little care എന്ന് പറഞ്ഞാൽ എന്താണ്? തീരെ കെയർ ഇല്ലാതെ, തീരെ ശ്രദ്ധിക്കാതെ അദ്ദേഹം ആ കുതിരയുടെ പുറത്ത് കയറി അങ്ങോട്ട് ഓടി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാണ് മാവറോൺ, മാവറോൺ, ഒരേ വരിയിൽ തന്നെ അടുത്തടുത്ത് ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്ത് പറയാ? റിപ്പീറ്റേഷൻ. മാവറോൺ, മാവറോൺ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത വരിയിലേക്ക് പോകാം. He rode now as he never rode by rocky lane and fen. The sick man's wife opened the door. Father, you come again. അങ്ങനെ ഒരു ലക്കും ലഗാനും ഇല്ലാതെ ആ കുതിരപ്പുറത്ത് കയറിയിട്ട് അദ്ദേഹം ഓടി. അദ്ദേഹം എന്താണ്? കുതിച്ചു പാഞ്ഞെത്തി. എവിടെ? ആരോ വിളിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ആ ആളുടെ വീട്ടിലേക്ക് എത്തി. ആ വീട്ടിലേക്ക് എത്തിയ സമയത്ത് he rode now as he never rode. ഇതുവരെ അദ്ദേഹം റോഡ് ചെയ്യാത്ത രീതിയിൽ, ഓടിക്കാത്ത രീതിയിലാണ് അദ്ദേഹം ഇതുവരെ കുതിരയെ ഓടിച്ചു പോയത്. ഇതിലൂടെയൊക്കെയാണ് ബൈ റോക്കി ലൈൻ ആൻഡ് ഫാൻ. ബൈ റോക്കി ലൈൻ, റോക്കി, ഒരുപാട് എന്താ പറയാ കല്ലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ തെരുവുകളിലൂടെ, ആൻഡ് ഫെൻ, ചതുപ്പ് നിലങ്ങളിലൂടെ ഒക്കെ അദ്ദേഹം ഇങ്ങനെ കുതിരയെ ഓടിച്ചു പോയി. അങ്ങനെ എത്തിയിട്ട് the sick man's wife opened the door. അവിടെ എത്തിയിട്ട് അദ്ദേഹം അങ്ങനെ മുട്ടിയ സമയത്ത് എന്താ സംഭവിച്ചത്? the sick man's wife opened the door. ആ sick man എന്ന് പറഞ്ഞ ആരാണ്? യെസ്, ആരോ അസുഖം ബാധിച്ച വ്യക്തി വിളിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞു. അയാളുടെ the sick man's wife opened the door and father you come again. അത് തുറന്നു കഴിഞ്ഞിട്ട് അയാൾ ചോദിച്ചത് എന്താ അറിയോ? ആ സ്ത്രീ ചോദിച്ചത് എന്താ അറിയോ? father you come again. അല്ല അച്ചോ, നിങ്ങൾ എന്താ വീണ്ടും വന്നത് എന്നാണ് ചോദിച്ചത്. യെസ്. and is the poor man dead? he cried. അപ്പൊ അദ്ദേഹം അങ്ങനെ അതപ്പോഴത്തേക്ക് ആദ്യം വീണ്ടും വന്ന് എന്താ ചോദിച്ചു? അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. അദ്ദേഹം ചോദിക്കുകയാണ് ചെയ്തത്, and is the poor man dead? ആ poor man മരിച്ചു പോയോ? അയാൾ മരിച്ചോ എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. as the poor man dead he cried. അപ്പം പറയാണ് he died an hour ago. അതെ, he died an hour ago. എന്താ പറയുന്നത്? യെസ്, അദ്ദേഹം മരിച്ചു ഒരു മണിക്കൂർ മുമ്പ്. the old priest Peter Gilligan in grief swayed to and fro. അദ്ദേഹം ആകെ ടെൻസ്ഡ് ആയിട്ട് അദ്ദേഹം, അയ്യോ താൻ ഒരു തെറ്റ് ചെയ്തു പോയല്ലോ, അന്ത്യകുദാശ കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ലാസ്റ്റ് കമന്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അങ്ങനെ ആലോചിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? he swayed to and fro. ആകെ ടെൻഷൻ അടിച്ചിട്ട് അദ്ദേഹം മുന്നോട്ടും പിറകോട്ടും ഇങ്ങനെ നടന്നു. then പക്ഷേ അതിനുശേഷം ആ മരിച്ച വ്യക്തിയുടെ ഭാര്യ പറഞ്ഞേ കേട്ടപ്പോൾ അദ്ദേഹം ഞെട്ടി. എന്താ പറഞ്ഞേ? when you were gone he turned and died as merry as a bird. when you were gone, നിങ്ങൾ പോയതിനു ശേഷം he turned and died. അദ്ദേഹം തിരിഞ്ഞു കിടന്നു and died, മരിച്ചു. as merry as a bird. merry എന്ന് പറഞ്ഞാൽ സന്തോഷം, happy as a bird. ഒരു പക്ഷിയെ പോലെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കൃതാർത്ഥനായിട്ട് മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം when you were gone he turned and died as merry as bird. the old priest Peter Gilligan, he knelt him at that word. ഇത് കേട്ടപ്പോഴത്തേക്കും when you were gone എന്ന് പറഞ്ഞിട്ടുണ്ട്. when you were gone he turned and died. ഇത് കേട്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെയോ കത്തി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? the old priest Peter Gilligan, he knelt എന്ന് പറഞ്ഞാൽ എന്താ? മുട്ടുകുത്തി. he knelt him at that word. ആ വാക്ക് കേട്ടപ്പോഴത്തേക്ക് അത് അദ്ദേഹത്തിന്റെ മുട്ടുകുത്തി അദ്ദേഹം നിന്നു. then
അദ്ദേഹം പറയാ ചെയ്യുന്നത്, എന്താ പറഞ്ഞ അദ്ദേഹം? He who hath made the nights of stars for souls who tire and bleed, send one of his great angels down to help me in my deed. അപ്പൊ അദ്ദേഹം ദൈവത്തിനോട് പറയുകയാണ്, നന്ദി പറയാണ്. ദൈവത്തിനോട് അദ്ദേഹം നന്ദി പറയുന്നത് എങ്ങനെയാടാ മക്കളെ? യെസ്, he who hath made the night of the stars, ആകാശത്തിലെ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ആ സർവശക്തനായ ദൈവം, for souls who tire and bleed. എന്താണ് ഇവിടെ? സാധാരണക്കാരന്, പാവപ്പെട്ടവന് വേണ്ടിയിട്ട്. ഹു ടയർ ആൻഡ് ബ്ലീഡ്, ആരാണോ കഷ്ടപ്പെടുന്നത്, ആരാണോ രക്തം ചിന്തുന്നത്, തന്റെ എന്താ പറയാ ഓരോ സമയത്തും അത്യധികം അധ്വാനിച്ചിട്ട് ടയറായിട്ട് ബ്ലീഡ് ചെയ്യുന്ന, എന്താണ് പറയാ മുറിവേൽക്കപ്പെടുന്നവനായിട്ടുള്ള സാധാരണക്കാര്, ഫോർ സോൾസ് ഹു ടയർ ആൻഡ് ബ്ലീഡ്, സെൻഡ് ഹിം, ആ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാം സൃഷ്ടിച്ച ദൈവം, ആ ദൈവം, സെൻഡ് വൺ ഓഫ് ഹിസ് ഗ്രേറ്റ് ഏഞ്ചൽസ്, അയച്ചു. ആരെ? വൺ ഓഫ് ഹിസ് ഗ്രേറ്റ് ഏഞ്ചൽസ്, ആ നല്ലവനായ ദൈവം തന്റെ വലിയവരായ ഗ്രേറ്റ് ആയ ഏഞ്ചൽസിൽ ഒരാളെ താഴേക്ക് അയച്ചു. ടു ഹെൽപ്പ് മീ ഇൻ മൈ ഡീഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്നെ സഹായിക്കാനായിട്ട്, എന്റെ ഡീഡിൽ എന്നെ സഹായിക്കാനായിട്ട് ആ നല്ലവനായ ദൈവം ഒരാളെ ഇങ്ങോട്ട് അയച്ചു. അതിൽ നന്ദി പ്രകടിപ്പിക്കാൻ അദ്ദേഹം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയാണ്, ഹി ഹു ഈസ് റാപ്ഡ് ഇൻ പർപ്പിൾ ഡ്രോപ്സ്. ഹി ഹു ഈസ് റാപ്ഡ് ഇൻ പർപ്പിൾ ഡ്രോപ്സ്. അത് നമ്മൾ പറയുകയാണെങ്കിൽ ഈ പർപ്പിൾ ഡ്രോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു രാജകീയ സിമ്പിളാണ്. അപ്പൊ ആരാണോ ഈ പർപ്പിൾ കളറിലുള്ള ആ റോബ്സിൽ, ആ അങ്കിയിൽ കിടന്ന് പുതഞ്ഞു കിടക്കുന്നത്, അത് പുതച്ച് കിടക്കുന്നത്, ഹി ഹു ഈസ് റാപ്ഡ് ഇൻ, ആരാണോ പൊതിഞ്ഞു കിടക്കുന്നത്, ഇൻ പർപ്പിൾ ഡ്രോപ്സ് വിത്ത് പ്ലാനറ്റ്സ് ഇൻ ഹിസ് കെയർ, അങ്ങനെ കിടന്നിട്ട് സകല ചരാചരങ്ങളെയും സംരക്ഷിക്കുന്നത്. had pity on the least of things. ആ സർവശക്തനായ ദൈവത്തിന് had pity, അദ്ദേഹത്തിന് പിറ്റി ഫീൽ ചെയ്തു, ദയവുണ്ടായിരുന്നു. on the least of the things, asleep upon a chair. തന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ ഗതികെട്ട അവസ്ഥയിൽ കിടന്നുറങ്ങിപ്പോയ തന്റെ കാര്യത്തിൽ പോലും ഈ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് ശ്രദ്ധയുണ്ടായിരുന്നല്ലോ എന്ന് ആലോചിച്ച് അദ്ദേഹം ആ ദൈവത്തിന് നന്ദി പറയുന്നതോട് കൂടിയിട്ട് യെസ് ഇത് അവസാനിക്കുകയാണ്. ഈ ഒരു പോയട്രി അവസാനിക്കുകയാണ്. അപ്പൊ എന്റെ മക്കൾ മനസ്സിലാക്കിയല്ലോ. നമ്മൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആരാണ് ഈ ചങ്ങാതി, ആരാണ് ഈ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. അതിനുശേഷം ഇങ്ങനെ ഗ്രാജുവലി ഓരോ സ്റ്റാൻസയിലായിട്ട് നമ്മൾ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു. അവസാനത്തെ ഈ സ്റ്റാൻസ് എത്തിയപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പോയട്രി മൊത്തം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെടാ, വിശ്വസിക്കട്ടെ. യെസ്, അപ്പൊ നിങ്ങളൊക്കെ ക്ലിയർ ആക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കുറച്ച് കാര്യം കൂടി നമ്മൾ പറയാം. ഒരു പക്ഷേ ചോദിച്ചാൽ നിങ്ങൾ ക്ലിയർ ആക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. യെസ്, റിഫ്രൈൻ എന്ന് പറഞ്ഞൊരു ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്. എന്താ റിഫ്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ വേർഡ്, ലൈൻ ഓർ ഫ്രേസ് ദാറ്റ് ഈസ് റെപ്രസെന്റഡ് വിത്ത് ലൈൻസ് ഓർ സ്റ്റാൻസാസ് ഓഫ് ദ പോയം ഇറ്റ് സെൽഫ്. ഒരു വേർഡ്, ഒരു ലൈന് അല്ലെങ്കിൽ ഒരു ഫ്രേസ് മൊത്തമായിട്ട് റെപ്രസെന്റ് ചെയ്യപ്പെടുകയാണ് വിത്ത് ലൈൻസ് or stanzas of the poem itself. അതിന് എക്സാമ്പിൾ എന്താണ്? ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ബില്ലിഗൺ എന്ന് പറയുന്നു. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? യെസ്, ഇത് റിഫ്രൈൻ എക്സാമ്പിൾ ആണ്. എന്താ റിഫ്രൈൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ? ഇനി അടുത്തൊന്ന് അല്യൂഷൻ ആണ്. മറ്റൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഇതിനകത്തുള്ള എന്താ അല്യൂഷൻ നോക്കാം. എ റെഫറൻസ് ടു അനദർ ലിറ്റററി വർക്ക്, എ ഹിസ്റ്ററിക്കൽ ഈവന്റ് ഓർ ഈവൻ എ ഫിലോസഫിക്കൽ ഐഡിയ. മറ്റൊരു ലിറ്റററി വർക്കിനെയോ മറ്റൊരു എന്താ പറയുക ഫിലോസഫിക്കൽ ഈവന്റ്സിനെയോ എന്തെങ്കിലും ഒരു ഹിസ്റ്ററിക്കൽ ഈവന്റിനെയോ നമ്മൾ ഇതിന്റെ കൂടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അല്യൂഷൻ എന്ന് പറയാ. എന്താ പറയാ? അല്യൂഷൻ എന്ന് പറയാ. ഇവിടെ എന്താ വരുന്നുള്ളത്? ആൻഡ് ഗോഡ് കവേർഡ് ദ ഹോൾ വേൾഡ്, ദ വേൾഡ് വിത്ത് ഷെയ്ഡ്സ് വിസ്പേർഡ് ടു മാൻകൈൻഡ് എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ ഐഡിയ. ആ ഐഡിയ ഇങ്ങോട്ട് കവർ ചെയ്തു ദൈവം എന്ത് ചെയ്തു? ദ ഗോഡ് കവേർഡ് ദ വേൾഡ് വിത്ത് ഷെയ്ഡ്സ് വിസ്പേർഡ് ടു മാൻകൈൻഡ്. ഇതൊരു ഐഡിയ. ഈ ഐഡിയ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തത് കൊണ്ട് അത് എന്താകും പറയാം, നമുക്ക് അല്യൂഷൻ എക്സാമ്പിൾ ആണ് എന്നും പറയാം. ക്ലിയർ അല്ലേടാ മക്കളെ? പിന്നെ ഒരുപാട് വിഷ്വൽ ഇമേജസിന് എക്സാമ്പിൾ ഇതിനകത്തുണ്ട് അല്ലെ? എന്താ പറയുക, നിങ്ങൾ ആലോചിക്കുക. ഫ്ലോക്ക് ഇൻ ദയർ ബെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലോക്ക് ഇൻ ദയർ ബെഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വരാൻ പറ്റും എന്താണ്? യെസ്, കിടപ്പറയെ കിടക്കുന്ന ആളുകൾ, ബെഡിൽ കിടക്കുന്ന ആളുകൾ. ഗ്രീൻ സോഡ്സ് എന്ന് പറഞ്ഞാൽ പച്ചപ്പട്ട് പരവതാനി വരുന്നത്. അതായത് എന്താ പറയാ, ഗ്രീൻ സോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, പുൽത്തകിടില്ലേ, ആ പുൽത്തകിടി നിങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ കാണാൻ പറ്റും. ദെൻ നോട്ടഡ് ഇൻ എ ചെയർ, ഒരാൾ ഇങ്ങനെ ചെയറിന്റെ അത് കിടന്ന് ആടി എന്ന് പറയുമ്പോഴത്തേക്ക് യെസ്, ഒരു ചെയറിൽ ഒരാളിരുന്ന് ഇങ്ങനെ, ഇൻ ഹരിഹർ നഗറിലൊക്കെ നമ്മുടെ പള്ളിയിലച്ചൻ
നെടുമുടി വേണു ചെയ്തൊരു ക്യാരക്ടർ ഇല്ലേ, അതിന്റെ പുതിയ വേർഷന്റെ അകത്ത് അത് ചെയ്ത പോലെ ഇങ്ങനെ കിടന്ന് ആടിയ ഒരു സംഭവം നമുക്ക് ഓർമ്മ വരും. ദെൻ ലീനിങ് ഓൺ ദ ചെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുട്ടുകുത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും ആ ഒരു വരി കേൾക്കുമ്പം. സ്റ്റാർസ്, നക്ഷത്രങ്ങൾ, നിങ്ങൾക്ക് മോത്ത്, ആ സമയം പ്രാണികള്. ലീവ് ഷൂക്ക് ഇൻ ദ വിൻ, ഞാൻ നേരത്തെ പറഞ്ഞത് ഓഡിറ്ററി ഇമേജും ആണ് വിഷ്വൽ ഇമേജും ആണ് എന്ന്. റൗസ്ഡ് ദ ഹോഴ്സിനെ ഉണർത്തുന്നു. റോക്കി ലെയിൻ, ഫെൻ, സിക്ക് മാൻസ് വൈഫ്, ഓപ്പൺ ദ ഡോർ, മറിയാസ് ബേർഡ്, സോൾസ് ഹു ടയർഡ് ആൻഡ് ബ്ലീഡ്, ഗോഡ് ഹിസ് പർപ്പിൾ ഡ്രോപ്പ്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഏത് വരി വായിക്കുമ്പോഴാണോ ഒരു പിക്ചർ ഓർമ്മ വരുന്നത്, അങ്ങനെ ചിന്തിക്കാൻ പ്രചോദിപ്പിക്കുന്നത്, നമ്മളുടെ ആ കാഴ്ച, നമ്മളുടെ മനസ്സിൽ ആ കാഴ്ച എന്ന് പറഞ്ഞ അനുഭൂതി ഉണർത്തുന്നത്, അതിനൊക്കെ നമ്മൾ എന്ത് പറയും? വിഷ്വൽ ഇമേജ് എന്ന് പറയും. എന്ത് പറയും? വിഷ്വൽ ഇമേജ് എന്ന് പറയും. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇത് ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് അല്ലെ. ആ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഇതപ്പോ പറയാം, കുറച്ച് സമയം കൂടി നിങ്ങൾക്ക് പഠിക്കാറുള്ളൂ. കുറേ ക്ലാസ് കേട്ടതിനെ കൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഫുൾ മാർക്ക് സ്വന്തമാക്കാൻ പറ്റൂല. അതിനുശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ അത് കറക്റ്റ് പ്രാക്ടീസ് ചെയ്യണം. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. കുറച്ച്, അതായത് നമുക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് റിപ്പോർട്ടഡ് സ്പീച്ച്, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്, കുറച്ച് ഫ്രേസൽ വേർബ്സ് പഠിക്കാനുണ്ട്, ലെറ്ററിന്റെ ഫോർമാറ്റ് പഠിക്കാനുണ്ട്, ഒരു നെറേറ്റീവ് എങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ന്യൂസ് റിപ്പോർട്ട് പഠിക്കാനുണ്ട്. നെറേറ്റീവ് നേരത്തെ ടീച്ചർ പറഞ്ഞില്ലേ, ന്യൂസ് റിപ്പോർട്ട് പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൂടി നമുക്ക് കാര്യമായിട്ട് ഇനി പഠിക്കാനുള്ളൂ. അപ്പൊ ഇത്രയും നേരം ടീച്ചർ എടുത്തു തന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് സെറ്റാക്കി പഠിക്കുക. അതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നാളെ രാവിലത്തെ നമ്മുടെ ബമ്പർ ബൂസ്റ്റർ ക്ലാസ്സിനകത്ത് വന്നാൽ മതി. അങ്ങനെ നിങ്ങൾ വരികയാണെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് എടുത്ത എല്ലാ സംശയങ്ങളും നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. അത് മാത്രമല്ല, അത് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട്, രാവിലെ 6 മണിക്ക് തുടങ്ങാതെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സ്, ബാക്കി കാര്യങ്ങൾ കൂടി നാളെ രാവിലെ സെറ്റാക്കിയിട്ട് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമിനേഷന് പോവുള്ളൂ. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എക്സാമിനേഷന് പോകണമെങ്കിൽ ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ പഠിച്ച് നാളെ രാവിലത്തേക്ക് റെഡി ആയി നിന്നോളൂ. അതുവരെ ബൈ ബൈ.